സോ കാർബോക്സിക് ആസിഡ്. ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിച്ചു തീർക്കാവുന്നേയുള്ളൂടാ. വളരെ സിമ്പിൾ ആയില്ല ഇപ്പൊ നിങ്ങൾക്ക് ആൽഡിഹൈഡും കീറ്റോൺസും ഇത്രയുള്ള കാര്യങ്ങളൊക്കെ. വലിയ ഡിഫിക്കൽട്ട് ആയിട്ട് നിങ്ങൾ വലിയ എന്താണ് ഡിഫിക്കൽട്ട് ആയിട്ട് ആലോചിക്കണം. സോ വളരെ സിമ്പിൾ ആയിട്ട് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. കാർബോക്സിക് ആസിഡ് നമ്മൾ ആദ്യം തന്നെ പറയുന്നത് എന്താണ്? പ്രിപ്പറേഷൻ ആണ്. എന്താണ് പ്രിപ്പറേഷൻസ്? പെട്ടെന്ന് തന്നെ തീർക്കാം, നമുക്ക് പെട്ടെന്ന് തീർക്കാം. പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഫ്രം പ്രൈമറി ആൽക്കഹോൾ ആൻഡ് ആൽഡിഹൈഡ്. ഞാൻ ഓൾറെഡി പറഞ്ഞു നിങ്ങളോട്. അതായത് ഇപ്പം ഹെഡിങ് കൊടുക്കുകയാണ് ഫ്രം പ്രൈമറി ആൽക്കഹോൾ ആൻഡ് ആൽഡിഹൈഡ്. അതായത് മക്കളെ ഞാൻ പറഞ്ഞു നിങ്ങളോട് ആൽക്കഹോളിനെ നമുക്ക് എന്ത് ചെയ്യാം? പ്രൈമറി ആൽക്കഹോൾ എടുക്കാം. ഫോർ എക്സാമ്പിൾ RCH2OH പ്രൈമറി ആൽക്കഹോളാണ്. ഞാൻ സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ഉപയോഗിക്കാന്ന് വിചാരിക്കും. സ്ട്രോങ് ആയിട്ടുള്ള ഓക്സിഡൈസിങ് ഏജന്റ് ഉപയോഗിക്കാന്ന് വിചാരിക്കും. ലൈക്ക് അതായത് നമുക്കറിയാം ആൽക്കലൈൻ KMnO4 അതേപോലെ വാട്ടർ ഒക്കെ ആഡ് ചെയ്യാന്ന് വിചാരിക്കും. അപ്പൊ എന്തെങ്കിലും സ്വാഭാവികമായിട്ട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്ത് കിട്ടും മക്കളെ? കറസ്പോണ്ടിങ് ആസിഡ് കിട്ടും. RCOOH കിട്ടും. ഒറ്റയടിക്ക് എന്തെയും ചാടും. അതായത് ആൽക്കഹോൾ എന്തായാലും ആൽഡിഹൈഡ് ആവാൻ നിൽക്കത്തില്ല. ഡയറക്റ്റ് എന്തായി മാറും? ആസിഡ് മാറും. അത് ഒരു കോൺസെപ്റ്റ് ആണ്. ഇതല്ല നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? അതായത് വേറെ സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ഉപയോഗിക്കാം. ലൈക്ക് വേറെ എക്സാമ്പിൾ കാണിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ 10 NCR കൊടുത്തത് മാത്രം കാണിക്കുന്നുള്ളൂ. CH3CH2 8 ടൈംസ് CH2OH എന്ന് വെച്ചാൽ 10 കാർബണൽ ആൽക്കഹോൾ. ആരാണത്? 1 ഡെക്കനോൾ. ഡെക്കനോൾ എന്നാ പറയാം. ഡെക്കനോൾ 10 കാർബണൽ ആൽക്കഹോൾ ഇത്രയേ ഉള്ളൂ. അപ്പൊ ഞാൻ ഉപയോഗിക്കുന്നത് CrO3 PCC ഒക്കെ വീക്ക് ഓക്സിഡൈസിങ് ഏജന്റ്. മക്കളെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. CrO3 PCC ഒക്കെ എന്താണ്? വീക്ക് ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. പക്ഷേ CrO3 സൾഫ്യൂരിക് ആസിഡും കൂടി ചേരുമ്പോൾ CrO3 സൾഫ്യൂരിക് ആസിഡും കൂടി ചേരുമ്പോൾ അതിനെ വിളിക്കുന്ന പേരെന്താ? അതിനെ വിളിക്കുന്ന പേരാണ് ജോൺസ് റിയേജന്റ്. എന്താണ്? ജോൺസ് റിയേജന്റ്. ജോൺസ് റിയേജന്റ് എന്ന് വിളിക്കുക. ജോൺസ് റിയേജന്റ് എന്ന് വിളിക്കും. ജോൺസ് റിയേജന്റ്. ജോൺസ് റിയേജന്റ് എന്ന് വിളിക്കും. ആ ജോൺസ് റിയേജന്റ് നമുക്ക് എന്താണ്? സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. ആരാണ്? സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ്. സോ നമുക്ക് എന്ത് കിട്ടും മക്കളെ? നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്ത് കിട്ടും? കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൽക്കഹോൾ എന്ത് ചെയ്യും? കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആസിഡ് ആയിട്ട് മാറും. അതായത് മക്കളെ ഇപ്പൊ എത്രയാണോ ഇവിടെ ഞാൻ തൽക്കാലം 6 എന്ന് കൊടുക്കുന്നു. RCOOH കിട്ടും. അത്രയും കാർബണുള്ള ആസിഡ് കിട്ടും. സിമ്പിൾ അല്ലേടാ? സ്ട്രോങ് ആയിട്ടുള്ള ഓക്സിഡൈസിങ് ഏജന്റ് ഉപയോഗിച്ചാൽ നമുക്ക് ആൽക്കഹോൾ ഉണ്ടാക്കാൻ പറ്റും. കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആസിഡ് ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. ഇനി വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിയാക്ഷൻ. ഇത് വളരെ ഇമ്പോർട്ടന്റ്. നീറ്റ് എക്സാം നിങ്ങൾ പറ്റിക്കപ്പെടാൻ ചാൻസ് ഉള്ള നിങ്ങളെ പറ്റിക്കുന്ന ഒരു സാധനമാണ് പറയാൻ പോകുന്നത്. പറ്റിക്കപ്പെടരുത് നിങ്ങൾ. ഇമ്പോർട്ടന്റ് ആയ ഒരു സാധനമാണ് പറയാൻ പോകുന്നത്. നിങ്ങൾ ഒരിക്കലും പറ്റിക്കപ്പെടരുത്. ഈ ക്ലാസ് കണ്ട ഒരു കുട്ടി പോലും എന്ത് ചെയ്യാൻ പാടില്ല? പറ്റിക്കപ്പെടാൻ പാടില്ല. നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി ചിലപ്പോൾ എന്ത് ചെയ്യും? അവന്മാരെ ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യും. നിങ്ങൾ എന്ത് ചെയ്യരുത്? പറ്റിക്കപ്പെടരുത്. ഓക്കെ, എന്താണ് ക്വസ്റ്റ്യൻ? നോക്കിക്കേ മക്കളെ. ടൊളുവിൻ അല്ലടാ, ടൊളുവിൻ അല്ലേ? ഇവരാണ് ബെൻസീൻ റിങ്ങിന്റെ മുകളിൽ 2 കാർബൺ ഉള്ള ഒരു സംഭവം. ബെൻസീൻ റിങ്ങിന്റെ മുകളിൽ എന്തുണ്ട് മക്കളെ? ഇവിടെ ഇപ്പോൾ ഒരു കാർബൺ ഉള്ള ആളാണ് കൊടുത്തത്. ഇവിടെ ബാലൻസ് കംപ്ലീറ്റ് ചെയ്യുന്നില്ല. ഇനി ഇവിടെ വേണമെങ്കിൽ ഒരു 10,000 അല്ലെങ്കിൽ 900 കാർബൺ ഉണ്ടെന്ന് വിചാരിക്കും. ഇഷ്ടംപോലെ കാർബൺ ഉണ്ട്. എത്ര കാർബൺ വന്നാലും എത്ര കാർബൺ ബെൻസീൻ റിങ്ങിന്റെ മുകളിൽ ഉണ്ടെങ്കിലും മക്കളെ എത്ര കാർബൺ ബെൻസീൻ റിങ്ങിന്റെ മുകളിൽ ഉണ്ടെങ്കിലും നോക്കണേ, അവൻ ആൽക്കലൈൻ KMnO4 റിയാക്ട് ചെയ്ത് ആരുമായിട്ട്? ആൽക്കലൈൻ KMnO4 റിയാക്ട് ചെയ്യുകയാണെങ്കിൽ ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തേ കിട്ടത്തുള്ളൂ? പ്രൊഡക്റ്റിൽ എന്താണ്? റിങ്ങിന്റെ മുകളിൽ ഒരു കാർബൺ ആസിഡ് കിട്ടുള്ളൂ. അതായത് ബെൻസോയിക് ആസിഡ് കിട്ടത്തുള്ളൂ. പ്രൊഡക്റ്റിൽ എന്താണ്? ഒരു കാർബൺ ഉള്ള ബെൻസോയിക് ആസിഡ് കിട്ടത്തുള്ളൂ. അതായത് ഇതാണ് ആൻസർ. മനസ്സിലായി നിങ്ങൾക്ക്? ബെൻസീൻ റിങ്ങിന്റെ മുകളിൽ ഒരു കാർബണോ അല്ലെങ്കിൽ ബെൻസീൻ റിങ്ങിന്റെ മുകളിൽ ഒരുപാട് കാർബൺ, എത്ര കാർബൺ വന്നാലും ആ ബെൻസീൻ റിങ്ങിന്റെ മുകളിൽ എത്ര കാർബൺ ആൾ വന്നാലും അവൻ ആൽക്കലൈൻ KMnO4 റിയാക്റ്റീവ് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ബെൻസോയിക് ആസിഡ് കിട്ടുള്ളൂ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നോട്ട് ചെയ്ത് വെക്കുക. ചിലപ്പോൾ നിങ്ങൾ പറ്റിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഇങ്ങനെ ഓപ്ഷൻ ഉണ്ടാവും. അപ്പം ഇവിടെ CH2 CH3 എന്ന് വരുന്നിട്ട് നിങ്ങളുടെ ആൻസറിനകത്ത് ഇങ്ങനെ കൊടുക്കും. CH2COH. നിങ്ങൾ എന്ത് ചെയ്യും? കറക്റ്റ് അല്ലേ, കറസ്പോണ്ടിങ് അല്ലേ എന്ന് കരുതി അത് കയറി കുത്തും. അത് ആൻസർ തെറ്റും. ആൻസർ എന്താണ്? തെറ്റാണ്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എത്ര കാർബൺ വന്നാലും റിങ്ങിന് നമ്മൾ എത്ര കാർബൺ വന്നാലും അതിന് ആൽക്കലൈൻ KMnO4 ഹീറ്റ് ചെയ്ത് എന്താ കിട്ടുക? കറസ്പോണ്ടിങ് അല്ല ബെൻസോയിക് ആസിഡേ കിട്ടത്തുള്ളൂ. ബെൻസോയിക് ഒരു കാർബൺ ഉള്ള ബെൻസോയിക് ആസിഡ് കിട്ടുക. റിങ്ങിന്റെ മുകളിൽ ഒരു കാർബൺ ഉള്ള ബെൻസോയിക് ആസിഡ് കിട്ടുക. നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ഓർത്തിരിക്കണം. ഓക്കെ അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? ഇനി അടുത്തൊരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാടുണ്ട്. ആൽക്കഹോൾ, ആൽഡിഹൈഡ്, കീറ്റോൺസ്, കാർബോക്സൈഡ് ഒരുപാട് നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ നമ്മൾ മാക്സിമം എല്ലാ കോൺസെപ്റ്റും വളരെ വേഗത്തിൽ പറഞ്ഞു പോകുന്നുണ്ട്. നിങ്ങൾക്കത് റിവിഷൻ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതാണ് എല്ലാ എൻ്റെ കോൺസെപ്റ്റ് ടച്ച് ചെയ്ത് ആണ് ഞാൻ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക? ഇത് യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ, ഇനി മറ്റൊരു കോൺസെപ്റ്റ് പറഞ്ഞിട്ട് നിങ്ങൾക്ക് RCN. ഇത് സയനൈഡ് ആണല്ലോ. സയനൈഡ് ആണ്. ഈ സയനൈഡിൽ ഞാൻ എന്ത് ചെയ്യാണ്? ലെറ്റ്സ് ഒരു റിഡക്ഷൻ നടത്താൻ പോവാണ്. അല്ലെങ്കിൽ വാട്ടർ ആഡ് ചെയ്യുന്നു. വാട്ടർ ആഡ് ചെയ്താൽ H+OH-. അപ്പോൾ എന്ത് കിട്ടും നമുക്ക്? കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്ത് കിട്ടും മക്കളെ? അമൈഡ് കിട്ടും. അമൈഡ്. അപ്പൊ സയനൈഡിലേക്ക് വെള്ളം ഒഴിച്ചാൽ അമൈഡ് കിട്ടും. സയനൈഡിൽ വെള്ളം ഒഴിച്ചാൽ അമൈഡ് കിട്ടും. അപ്പൊ ഇതാണ് RC+NH2. ഓക്കെ അല്ലേ? അമൈഡ് കിട്ടി. ഈ അമൈഡിലേക്ക് നമുക്ക് ഞാൻ ഒരു കോൺസെപ്റ്റ് പറഞ്ഞത് ഇപ്പൊ പറഞ്ഞത് പഠിപ്പിച്ചു തരാം. അത് നിങ്ങൾ ഓർമ്മിക്കുക. അതായത് ആസിഡ് ഡെറിവേറ്റീവിൽ വെള്ളം ഒഴിച്ചാൽ എന്താ കിട്ടുക? ആസിഡ് ഡെറിവേറ്റീവ് വെള്ളം ഒഴിച്ചാൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആസിഡ് ഡെറിവേറ്റീവില് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അതായത് ആസിഡ് അമൈഡുകള്, എസ്റ്ററുകള്, അൺഹൈഡ്രേറ്റുകള് ഇതിലൊക്കെ നമ്മൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ എന്താ കിട്ടുക? കറസ്പോണ്ടിങ് ആസിഡ് കിട്ടും. അതായത് ഇതിപ്പോ അമൈഡ് അല്ലേ? അമൈഡ് എന്താ? ആസിഡ് ഡെറിവേറ്റീവ് അല്ലേ? യെസ്. അങ്ങനെ ഞാൻ വെള്ളം ഒഴിക്കുകയാണ്. ഇങ്ങനെ H+OH- ഹീറ്റ് ചെയ്യുന്നു.
എന്ത് കിട്ടും മക്കളെ? കറസ്പോണ്ടിങ് ആയിട്ടുള്ള അത്ര കാർബൺ ആറ്റം ഉണ്ടോ അത്രയും കാർബൺ ആറ്റം ഉള്ള ആസിഡ് കിട്ടും. അതായത് RCOH കിട്ടും. ഇത് ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ് ആണ്. നമ്മൾ പറഞ്ഞ കാര്യം ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ്. അത് വേണമെങ്കിൽ എവിടെയെങ്കിലും എഴുതി വെച്ചോ. ആസിഡ് ഡെറിവേറ്റീവിൽ വെള്ളം ഒഴിച്ച് വെച്ചാൽ വെള്ളം ഒഴിച്ചാൽ കറസ്പോണ്ടിങ് ആസിഡ് കിട്ടും. ഒരുപാട് സ്ഥലത്ത് ഉപയോഗിക്കാൻ പറ്റും. ഇനി നോക്കിക്കേ, മറ്റൊരു കോൺസെപ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇതെന്താ മക്കളെ സാധനം? CONH2. എന്താ? ബെൻസമൈഡാ. അമൈഡ് ആണല്ലോ ബെൻസമൈഡ്. അതിലേക്ക് ഞാൻ വെള്ളം ഒഴിക്കുകയാണെങ്കിലോ? ഇപ്പം പറഞ്ഞ കോൺസെപ്റ്റ് തന്നെ. ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ ഫ്രീ കാണാൻ പറ്റും. H3O+ എന്ന് പറഞ്ഞാൽ H++ വെള്ളം ഒഴിക്കാന്ന് അർത്ഥം. ഹിറ്റ് ചെയ്യുന്നു. അപ്പൊ എന്താ കിട്ടുക? സ്വാഭാവികമായിട്ടും അതിന് കറസ്പോണ്ടിങ് ആസിഡ് കിട്ടും. CONH ഒരു കാർബൺ ആറ്റമുള്ള ആസിഡ് എന്ന് വെച്ചാൽ എന്താണ്? ബെൻസോയിക് ആസിഡ്. ഒരു കാർബൺ ആറ്റമുള്ള ആസിഡ് ഏതാ മക്കളെ? ഇങ്ങനെയുള്ള ഒരു കാർബൺ ആറ്റമുള്ള ആസിഡ് ഏതാണ്? ബെൻസോയിക് ആസിഡ്. ഓക്കെ അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? വളരെ എളുപ്പമുള്ള കാര്യങ്ങൾ, കോൺസെപ്റ്റ് ഒക്കെ സിമ്പിൾ അല്ലേ? ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ മക്കളെ, ഫ്രം ഗ്രിഗ്നാർഡ് റിയേജന്റ്, അതായത് അടുത്തൊരു കോൺസെപ്റ്റ് ഫ്രം ഗ്രിഗ്നാർഡ് റിയേജന്റ്. ഗ്രിഗ്നാർഡ് റിയേജന്റുമായിട്ട് നമുക്ക് എന്തുണ്ടാക്കാം? ഈ പറഞ്ഞിരിക്കുന്ന ആൽഡിഹൈഡ് ഉണ്ടാക്കാന്നാ പറയുന്നത്. ഫ്രം ഗ്രിഗ്നാർഡ് റിയേജന്റ്. ആൽഡിഹൈഡ് അല്ലെ കാർബോക്സിലിക് ആസിഡ്. ഇത് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഗ്രിഗ്നാർഡ് റിയേജന്റ് എന്ന് പറഞ്ഞാൽ RMgX അല്ലേ ഇടാം? RMgX അല്ലേ? യെസ്. ഇവൻ ആരുമായിട്ട് റിയാക്ട് ചെയ്യുക? കാർബൺ ഡൈ ഓക്സൈഡ് റിയാക്ട് ചെയ്യിപ്പിക്കും. ഡ്രൈ ഈതർ. ഇപ്പം ഗ്രിഗ്നാർഡ് റിയേജന്റ് R- Mg+ഉം ആണ് അല്ലെ? കാർബൺ ഡൈ ഓക്സൈഡ് റിയാക്ട് ചെയ്യുമ്പോൾ എന്തുണ്ടാവും മക്കളെ? സ്വാഭാവികമായിട്ടും ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കാര്യം, കാർബൺ ഡൈ ഓക്സൈഡ് എങ്ങനെ പൊട്ടുക? കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുമ്പോൾ C ഡബിൾ ബോണ്ട് O എന്നാണ് അല്ലെ? ഇവന്മാർ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്, ഇവിടെ മൈനസും ഇവിടെ പ്ലസും ആവും. മനസ്സിലാവുന്നുണ്ടോ? ഇനി എന്ത് ചെയ്യാം? നിങ്ങൾ നേരെ ഈ പറഞ്ഞ ഗ്രിഗ്നാർഡ് റിയേജന്റുമായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഗ്രിഗ്നാർഡ് റിയേജന്റ് ആഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ എന്തൊക്കെയാണ് മെക്കാനിസം? ഇവിടെ RC ഡബിൾ ബോണ്ട് O, ഈ പറഞ്ഞിരിക്കുന്ന ഇവിടേക്ക് എന്ത് ചെയ്യും? ഇവൻ പോയി അറ്റാച്ച് ചെയ്യും. അപ്പൊ എന്ത് ചെയ്യും? RC ഡബിൾ ബോണ്ട് O, ബാക്കി ആരുണ്ടാകും? O-. ഒരു ബോണ്ടാ ബ്രേക്ക് ചെയ്തിട്ടുണ്ടാവും, ബാക്കി O- അവിടെ ഉണ്ടാവും. ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ അങ്ങനെ ഉണ്ടാവും. ഓക്കെ അല്ലേ? ഇനി ഇവിടേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക, വാട്ടറിന് ആഡ് ചെയ്ത് കൊടുക്കുക. സോ നമുക്ക് എന്ത് കിട്ടും? RCOH കിട്ടും. ഓക്കെ, സിമ്പിൾ. അപ്പൊ ഗ്രിഗ്നാർഡ് റിയേജന്റ് നമ്മൾ എന്ത് ചെയ്യാണ്? ഗ്രിഗ്നാർഡ് റിയേജന്റിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ഉള്ള എത്ര കാർബൺ ആറ്റമുള്ള ആറാണ് ഇവിടെ ഉപയോഗിക്കുന്നത്, അത്ര കാർബൺ ആറ്റമുള്ള എന്ത് കിട്ടും? നമുക്ക് ആസിഡ് കിട്ടും. ഞാനിവിടെ CH3CH2MgX ഉപയോഗിച്ചെങ്കിൽ എനിക്ക് CH3CH2COH കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ഉപയോഗിക്കുന്നത് ഇപ്പം CH3CH2CH2MgX ആണെങ്കിൽ എനിക്ക് കിട്ടുന്ന ആൻസർ എന്താ? CH3CH2CH2COH കിട്ടും. ഓക്കെ, ഇത്ര കാർബൺ ഉള്ള ആറാണ് ഉപയോഗിക്കുന്നത്, അതിന്റെ കൂടെ R+COH ആണ് ആൻസർ ഉണ്ടാവുക. മനസ്സിലാവുന്നുണ്ടോ? സിമ്പിൾ. നോക്കി ആൻസർ ചെയ്യാൻ പറ്റും. ഇവിടെ ഉപയോഗിക്കുന്ന COH കൂടി കൊടുത്താൽ ആൻസർ ആയി. മനസ്സിലായില്ല മക്കളെ? സിമ്പിൾ. ഇനി നമുക്ക് അടുത്ത ഒരു കോൺസെപ്റ്റ് ആണ് പറയാനുള്ളത്. ഫ്രം ആസിഡ് ഡെറിവേറ്റീവ്സ്. ഞാൻ ഇപ്പോൾ പറഞ്ഞൊരു കോൺസെപ്റ്റ് ഒന്നുകൂടി ഞാൻ പറയാണ്, അറിയാത്തവരൊന്ന് എഴുതി വെച്ചോളൂ മക്കളെ. ഫ്രം ആസിഡ് ഡെറിവേറ്റീവ്സ്, അതായത് ആസിഡ് ഡെറിവേറ്റീവ് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അങ്ങനെ മലയാളത്തിൽ എഴുതി വെച്ചോ ഓർത്തിരിക്കാൻ വേണ്ടി. ആഡ് വാട്ടർ അല്ലെങ്കിൽ വെള്ളം ഒഴിക്കുക. മലയാളത്തിൽ എഴുതുമ്പോൾ കുറച്ചുകൂടി പെട്ടെന്ന് ഓർമ്മയിലുണ്ടോ? വെള്ളം ഒഴിച്ചാൽ എന്താ കിട്ടുക? വെള്ളം ഒഴിച്ചാൽ എന്താ കിട്ടുക? ആസിഡ് കിട്ടും. കറസ്പോണ്ടിങ് ആസിഡ് കിട്ടും. സിമ്പിൾ കാണിച്ചു തരാം നിങ്ങൾക്ക്. ആസിഡ് ക്ലോറൈഡ് എടുക്കുന്നു, ആസിഡ് ക്ലോറൈഡ് ഇങ്ങനെ വെള്ളം ഒഴിക്കുന്നു, എന്താ കിട്ടാം? ഇത്ര കാർബൺ ആറ്റം ഉണ്ടോ അത്രയും കാർബൺ ആറ്റമുള്ള ആസിഡ് കിട്ടും, RCOH കിട്ടും. ഞാൻ എന്ത് ചെയ്യുന്നു? അടുത്ത ആസിഡ് അൺഹൈഡ്രേറ്റ് എടുക്കുന്നു, ആസിഡ് അൺഹൈഡ്രേറ്റ് ഇതാണ്. ലെറ്റ്സ് സേ എത്ര കാർബൺ ആറ്റം ഉണ്ടോ അത്രയും കാർബൺ ആറ്റമുള്ള ആസിഡ് കിട്ടും. സിമ്പിൾ. ഇനി അടുത്തൊരു കോൺസെപ്റ്റ് എന്താ വെച്ചാൽ ആൽക്കഹോളും ആസിഡും റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൽക്കഹോളും അതേപോലെ തന്നെ ആസിഡും റിയാക്ട് എന്താ കിട്ടാം? എസ്റ്റർ കിട്ടും. ആ റിയാക്ഷൻ വിളിക്കുന്ന പേരെന്താ? എസ്റ്ററിഫിക്കേഷൻ റിയാക്ഷൻ. നിങ്ങൾ ഓൾറെഡി പഠിപ്പിച്ചതാണ്. ഓൾറെഡി പഠിപ്പിച്ച കാര്യങ്ങൾ പറയുന്നില്ല. ഇനി ഈ എസ്റ്ററിനെ പൊട്ടിച്ചാൽ അപ്പം ആൽക്കഹോളും ആസിഡും കൂടിച്ചേർന്നാൽ എസ്റ്റർ ഉണ്ടാവും. അങ്ങനെയാണ് എസ്റ്ററിനെ ബ്രേക്ക് ചെയ്ത് കിട്ടും, ആസിഡ് കിട്ടൂല. യെസ്. അപ്പം എസ്റ്ററിനെ പൊട്ടിച്ചാൽ, എസ്റ്ററിനെ ബ്രേക്ക് ഡൗൺ ചെയ്താൽ എന്ത് കിട്ടും മക്കളെ? അതിന് വേണ്ടതും വാട്ടർ തന്നെയാണ്. എന്ത് കിട്ടും മക്കളെ? ആൽക്കഹോളും അതേപോലെ തന്നെ ആസിഡും കിട്ടും. സിമ്പിൾ അല്ലേ? അപ്പൊ നമുക്ക് അങ്ങനെയും ആസിഡ് ഉണ്ടാക്കാം. ആസിഡ് ഉണ്ടാക്കാൻ ഒരുപാട് പ്രിപ്പറേഷൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്ത് ഉണ്ടാക്കാം, കാർബോക്സിലിക് ആസിഡ് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ അല്ലേ മക്കളെ? സിമ്പിൾ അല്ലേ? വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇത്രയും നേരം പറഞ്ഞത്. ഇനി നമുക്ക് പറയാനുള്ളത് ഇതിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടിയാണ്. ഫിസിക്കൽ പ്രോപ്പർട്ടി. ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. എന്താണ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് പറയാനുള്ളത്? ഇപ്പൊ നമുക്കറിയാം ഈ പറഞ്ഞിരിക്കുന്ന കാർബോക്സിലിക് ആസിഡ് അല്ലെങ്കിൽ ആസിഡുകൾ എങ്ങനെയാണ് എക്സിസ്റ്റ് ചെയ്യാറുള്ളത്? ഇപ്പം ഫോർ എക്സാമ്പിൾ CH3COOH എടുക്കുകയാണ്, അസറ്റിക് ആസിഡ്. അതെങ്ങനെ എക്സിസ്റ്റ് ചെയ്യുക? ഇവിടെ ഇങ്ങനെ നമുക്ക് ഉണ്ടാവുക CH3COOH. ഒരു മോളിക്കൂൾ ഇങ്ങനെ ഇരിക്കും, മറ്റൊട്ടുള്ള മോളിക്കൂൾ എങ്ങനെ ഉണ്ടാവുക? CH3COOH. ഇങ്ങനെയാണ് എക്സിസ്റ്റ് ചെയ്യുക. അതിനർത്ഥം അവന്മാർ തമ്മിൽ എന്തുണ്ട്? ഇന്റർ മോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് വെച്ചാൽ ഈ ഒന്നാമത്തെ CH3COH അസിറ്റിക് ആസിഡും രണ്ടാമത്തെ അസിറ്റിക് ആസിഡും തമ്മിൽ എങ്ങനെയാണ് ഈ പറയുന്ന ആസിഡിന്റെ ഓക്സിജനും ഇയാളുടെ അടുത്ത ആളുടെ ഹൈഡ്രജൻ തമ്മിൽ ഒരു ഇന്റർ മോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട്. അതേപോലെ ഇയാളുടെ ഓക്സിജനും ഇയാളുടെ ഹൈഡ്രജൻ തമ്മിൽ ഒരു ഇന്റർ മോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട്. വിച്ച് മീൻസ് ദേ ആർ എക്സിസ്റ്റാസ്. ഇവരെങ്ങനെ എക്സിസ്റ്റ് ചെയ്യാം? ഇന്റർ മോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട്. ഇന്റർ മോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട്. മാത്രമല്ല ദേ എക്സിസ്റ്റാസ്. അതുകൊണ്ട് തന്നെ അവർ എങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്നു? എക്സിസ്റ്റാസ് എന്താണ്? ഡൈമേഴ്സ്.
ഒരു ഡൈമർ ആയിട്ടാണ് ഉണ്ടാവുക. എപ്പോഴും 2 മോളിക്കൂൾ തമ്മിൽ ഡൈമർ ആയിട്ട് ഇങ്ങനെ കൂടിച്ചേർന്നുണ്ടായിരിക്കുക. ഇങ്ങനെ കാർബോക്സിലിക് ആസിഡ് എക്സിസ്റ്റസ് ഡൈമേഴ്സ് എന്ന സ്റ്റേറ്റ്മെന്റ് കണ്ടാൽ അത് ശരിയാണ്. ബിക്കോസ് ദേ കണ്ടെയ്ൻ ഇന്റർ മോളിക്യുലർ, അതായത് 2 ഡിഫറെന്റ് മോളിക്കൂൾ തമ്മിൽ, അതായത് 2 മോളിക്കൂൾ ഇടയിലുള്ള പിന്നെ ഹൈഡ്രജൻ ബോണ്ട് വിളിക്കുന്ന ഇന്റർ മോളിക്യുലർ എന്നും, ഒരേ മോളിക്കൂൾ ഇടയിൽ ഉണ്ടാവുന്ന ഇന്റർ എന്ന് പറയാം. അപ്പൊ ഇവിടെ എന്താണ് ഇന്റർ ആണ്, അതാണ് മോർ സ്ട്രോങ്ങർ. അതുകൊണ്ട് ദേ എക്സിസ്റ്റ് ഡൈമർ. അതുകൊണ്ട് അവന്റെ ബോയിലിംഗ് പോയിന്റ് എന്തായിരിക്കും മക്കളെ? കൂടുതലായിരിക്കും. Therefore ബോയിലിംഗ് പോയിന്റ് ഇസ് വെരി വെരി ഹൈ. ബോയിലിംഗ് പോയിന്റ് എന്താണ്? വളരെ വളരെ ഹൈ ആണ്. അതാണ് പോയിന്റ്. നമുക്ക് ഫിസിക്കൽ പ്രോപ്പർട്ടി മനസ്സിലായോ? യെസ്. ഇനി നമുക്ക് അടുത്ത പറയാനുള്ളത് അസിഡിറ്റിനെ പറ്റിയാണ്. അസിഡിറ്റി നിങ്ങൾ ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ, നിങ്ങൾ അമൈൻസ് ചാപ്റ്റർ പഠിക്കുമ്പോൾ അവിടെ ബേസിറ്റുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കുക. കാർബോക്സിക് ആസിഡ് ചാപ്റ്ററുമായി പഠിക്കും, അല്ലെങ്കിൽ ആൽഡിഹൈഡ് കീറ്റോൺ കാർബോക്സൈഡ് ചാപ്റ്റർ പഠിക്കും. അസിഡിറ്റിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കണം. അപ്പൊ അസിഡിറ്റി എന്ന് പറയുമ്പോൾ അത് തെളിയിക്കാൻ, അല്ലെങ്കിൽ ആസിഡ് ആണെന്ന് കാണിക്കാൻ നമ്മൾ ഒരുപാട് കാര്യം പറയാറുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ RCOH ആസിഡ് ആണ്, ഇതിന്റെ മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്യാണ്, സോഡിയം മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്ത് ഉറപ്പായിട്ട് എന്ത് റിലീസ് ചെയ്യും മക്കളെ? ഹൈഡ്രജൻ ഗ്യാസ് റിലീസ് ചെയ്യും. പിന്നെ അതിന്റെ സാൾട്ടും ഫോം ചെയ്യും. സാൾട്ട് എന്ന് പറയുമ്പോൾ RCONA ഫോം ചെയ്യും. റെഡി അല്ലേ? റെഡിയാണ്. ഹൈഡ്രജൻ ഗ്യാസ് റിലീസ് ചെയ്ത് അതിനർത്ഥം എന്താണ്? അതിനർത്ഥം അത് നല്ലൊരു ആസിഡ് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഇതേപോലെ തന്നെ ആസിഡ് എന്ത് ചെയ്യാണ്? മീൻസ് RCOH നമ്മളൊരു NaOH ബേസുമായിട്ട് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ, ബേസുമായിട്ട് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തൊരു സാൾട്ട് കിട്ടും. എന്നിട്ട് സാൾട്ട് ഫോം ചെയ്യും. സാൾട്ടും വാട്ടറും ഫോം ചെയ്യും. അപ്പൊ ആസിഡും ബേസും റിയാക്ട് ചെയ്താൽ സാൾട്ടും വാട്ടറും, ആസിഡും മെറ്റൽ റിയാക്ട് ചെയ്താൽ സാൾട്ടും ഹൈഡ്രജൻ ഗ്യാസും റിലീസ് ചെയ്യും. അപ്പൊ ഇവിടെ എന്ത് ചെയ്യും? RCONA പ്ലസ് 1. അപ്പൊ ഇതിനകത്ത് എന്താണ്? ഇതൊക്കെ നിങ്ങൾ തെളിയിക്കുന്നത് കാർബോക്സിക് ആസിഡ് നല്ലൊരു ആസിഡ് ആണെന്നാണ് തെളിയിക്കുന്നത്. ശരിയല്ലേ മക്കളെ? ഇനി മറ്റൊരു കോൺസെപ്റ്റ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ഒരു കോൺസെപ്റ്റ് ആണ് എന്ത് പറയുന്നത്, ശ്രദ്ധിക്കാം. ഇത് നമുക്ക് പല തരത്തിൽ ഉപയോഗിക്കാൻ പറ്റും. അതായത് അസിഡിക് നാച്ചർ എന്ന് പറയുന്ന സാധനം, അസിഡിക് നാച്ചർ എപ്പോഴാ കൂടുക? അസിഡിക് നാച്ചർ എപ്പോഴാണ് ഇൻക്രീസ് ചെയ്യുന്ന എപ്പോഴാണ് മക്കളെ? എപ്പോഴാണ് ഇൻക്രീസ് ചെയ്യുക? -I ഗ്രൂപ്പോ അല്ലെങ്കിൽ -M ഗ്രൂപ്പ് വരുമ്പോഴാണ്. ശരിക്കും പറഞ്ഞാൽ മൈനസ് ഗ്രൂപ്പുകൾ വന്നു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് മൈനസ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ അത് -I ആവാം, -M ആവാം. മൈനസ് ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അസിഡിറ്റി കൂടും. അതേപോലെ തന്നെ പ്ലസ് ഗ്രൂപ്പുകൾ വന്നാൽ ലൈക്ക് +I +M ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും മക്കളെ? അസിഡിറ്റി കുറയും. അസിഡിറ്റി കുറയാന്ന് പറയുമ്പോൾ അതിനർത്ഥം ബേസിസിറ്റി കൂടും എന്നാണ്. ബേസിസിറ്റി കൂടും. ഓർത്തിരിക്കാം. റെഡിയല്ലേ മക്കളെ? റെഡിയാണ്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പം എക്സാമിന് അസിഡിന്റെ ഓർഡർ കമ്പയർ ചെയ്യാൻ ചോദിക്കും. അപ്പൊ നിങ്ങൾ എന്തറിയണം? ഈ പറയുന്ന +I ഗ്രൂപ്പുകളുടെ അല്ലെങ്കിൽ ഗ്രൂപ്പിന്റെ ഓർഡർ അറിയണ്ടേടാ. ഈ പറയുന്ന മൈനസ് ഗ്രൂപ്പുകളുടെ ഓർഡർ അറിയണ്ടേ? അപ്പൊ ആ ഒരു ഓർഡർ അറിയാൻ വേണ്ടി മൈനസ് ഗ്രൂപ്പ് ഓർഡർ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നേക്കാം. അത് നിങ്ങൾ ഓർത്തിരിക്കുന്നത് നല്ലതായിരിക്കും. മൈനസ് ഗ്രൂപ്പിന്റെ ഓർഡർ ട്ടോ. NCERT കൊടുത്തിരിക്കുന്ന സാധനം മാത്രമേ നമ്മൾ എഴുതുന്നുള്ളൂ. മൈനസ് ഗ്രൂപ്പിന്റെ ഓർഡർ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. മൈനസ് ഗ്രൂപ്പിന്റെ ഓർഡർ അതായത് ഇതാ ഏറ്റവും കുറവുള്ളത് ഫിനൈലിനാണ്. പിന്നെ ആരാണ്? അയോഡിൻ, ബ്രോമിൻ, ക്ലോറിൻ, ഫ്ലൂറിൻ ആണ്. ഫ്ലൂറിൻ കഴിഞ്ഞാൽ പിന്നെ സയനൈഡ് ആണ്. സയനൈഡ് കഴിഞ്ഞാൽ പിന്നെ ആരാണ്? NO2 ആണ്. ആൻഡ് അത് കഴിഞ്ഞാൽ CF3 ആണ്. ഒന്ന് ചുരുക്കി എഴുതാം. ഫ്ലൂറിൻ, ദെൻ സയനൈഡ് ആണ്, ദെൻ NO2 ആണ്, ദെൻ ഫ്ലൂറിൻ ആണ്. സോറി, ഫ്ലൂറിൻ അല്ല, CF3 ആണ്. ഓക്കെ, ഈ ഒരു ടേബിൾ നിങ്ങൾ കൃത്യമായി പഠിക്കണം. ടേബിൾ ആക്കി തരാം. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ സാധനം. കാരണം മേ ബി വേണമെങ്കിൽ ചോദ്യങ്ങൾ വന്നേക്കാം. എങ്ങനെ ചോദ്യങ്ങൾ വന്നേക്കാം? ചോദ്യം ഇങ്ങനെ വരാം. ഞാൻ ഈ ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്ത് തരാം. നിങ്ങൾ ആൻസർ പറഞ്ഞേ. ഇതിൽ ആരാണ് മോർ അസിഡിക്? ഇതിലാരാ മോർ അസിഡിക്? A ആണോ B ആണോ? ഉറപ്പായിട്ടും B ആ. കാരണം എന്താണ്? B is മച്ച് മോർ മൈനസ് ഗ്രൂപ്പ്. അതായത് എന്താണ് അതിന്റെ സ്ട്രെങ്ത്തും മൈനസ് ഗ്രൂപ്പിന്റെ ഓർഡർ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ B is മോർ അസിഡിക് ദാൻ A എന്നുള്ള കാര്യം നിങ്ങൾക്ക് പറയാൻ പറ്റും. ഓക്കെ അല്ലേ മക്കളെ? ഇതാണ് അസിഡിറ്റിന്റെ ഓർഡർ. ഈ ഗ്രൂപ്പാണ് മോർ അസിഡിക്. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? പ്രോബ്ലംസ് ചെയ്ത് നോക്കണം. അപ്പൊ നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് കിട്ടും. ഓക്കെ അല്ലേ? ഇനി റിയാക്ഷൻസ് പറയുകയാണെങ്കിൽ മക്കളെ, അതായത് കാർബോക്സിക് ആസിഡ് റിയാക്ഷൻസ് ആണ് ഇനി പറയാൻ പോകുന്നത്. അത് ഫോർമേഷൻ ഓഫ് അൺഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് സിമ്പിൾ. അതായത് കാർബോക്സിക് ആസിഡ് വെള്ളം കളയാം. അല്ല, ഇപ്പൊ 2 മോളിക്കൂൾ കാർബോക്സിക് ആസിഡ് ഹീറ്റ് ചെയ്യാൻ, ഇപ്പൊ 2 മോളിക്കൂൾ കാർബോക്സിക് ആസിഡ് നിങ്ങൾ എടുക്കുന്നു, അതിനെ ഹീറ്റ് ചെയ്യുന്നു. അപ്പൊ എന്ത് ചെയ്യും? ഇവിടെ വെള്ളം പുറത്തോട്ട് പോകുന്നു. അപ്പൊ എന്ത് കിട്ടും നിങ്ങൾക്ക്? അൺഹൈഡ്രേറ്റ് കിട്ടും. ഓൾറെഡി ഞാൻ പഠിപ്പിച്ചതാണ്. അതേപോലെ തന്നെ ഫോർമേഷൻ ഓഫ് എസ്റ്റർ എങ്ങനെ ഉണ്ടാക്കുക? ഫോർമേഷൻ ഓഫ് എസ്റ്റർ എന്ന് പറയുമ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞാണ്, ആൽക്കഹോളും അതേപോലെ തന്നെ അതേപോലെ തന്നെ ആസിഡും കൂടി ചേർന്ന് എന്തുണ്ടാവും? കറസ്പോണ്ടിങ് എസ്റ്റർ ഉണ്ടാവും. എസ്റ്ററിഫിക്കേഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞത് പഠിപ്പിച്ചതാണ് ഓൾറെഡി. ഇനി അടുത്തതാണ് ഇമ്പോർട്ടന്റ്, റിയാക്ഷൻ വിത്ത് ആരൊക്കെയാണ്? PCl5, അതായത് PCl3, അതേപോലെ SOCl2. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇതിന്റെ ബൈ പ്രോഡക്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാറുണ്ട്. അതായത് മക്കളെ, ഞാനിപ്പം ആസിഡ് എടുക്കുന്നു.
that is react with PCl5, that is react with PCl3, that is react with SOCl2. എന്തൊക്കെയാണ് പ്രൊഡക്റ്റ് ഉണ്ടാവുക? നോക്കിക്കേ, PCl7 റിയാക്ട് ചെയ്യുകയാണെങ്കിൽ എല്ലാത്തിലും കോമൺ ആയിട്ട് എന്തുണ്ടാവാം? RCOH എല്ലാവരും കോമൺ ആയിട്ട് എന്തുണ്ടാവും നോക്കിക്കേ, എല്ലാവരും കോമൺ ആയിട്ട് ഈ പറഞ്ഞിരിക്കുന്ന OH റീപ്ലേസ് ചെയ്ത് ആര് കയറിയിരിക്കും? Cl കയറിയിരിക്കും, Cl കയറിയിരിക്കും, Cl കയറിയിരിക്കും. അപ്പോൾ കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? RCOCl. ഇതിൽ കോമൺ എല്ലാവർക്കും അറിയുന്ന കാര്യം, ഇതാണ് പ്രൊഡക്റ്റ്. പക്ഷെ ബൈ പ്രൊഡക്റ്റ് വ്യത്യാസം ഉണ്ടാവും. എന്ത് ബൈ പ്രൊഡക്റ്റ് ഉണ്ടാവാം? ഇവിടുത്തെ ഇതിൽ മൂന്നിനും കോമൺ ആണ്, ഈ പറഞ്ഞിരിക്കുന്നതാണ് മൂന്നിനും കോമൺ ആണ്. ബൈ പ്രൊഡക്റ്റ് ഡിഫറെന്റ് ആണ്. അപ്പോൾ ബൈ പ്രൊഡക്റ്റ് മാത്രം ഞാൻ എഴുതാൻ പോവാണ്, ഡിഫറൻസ് ബൈ പ്രൊഡക്റ്റ്. അതായത് ഒന്നാമത്തെ കേസിൽ ഉണ്ടാകുന്ന ബൈ പ്രൊഡക്റ്റ് ആരായിരിക്കും മക്കളെ? ഇവിടെ ഉണ്ടാകുന്ന ബൈ പ്രൊഡക്റ്റ് നോക്കിയേ, ഒന്നാമത്തെ കേസിൽ ഉണ്ടാകുന്ന ബൈ പ്രൊഡക്റ്റ്, ഒന്നാമത്തെ കേസിൽ ഉണ്ടാകുന്ന ബൈ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ആരൊക്കെയാ നോക്കണം മക്കളെ. POCl3 കാണാതെ പഠിച്ചോളൂ, POCl3 and HCl ഒന്നാമത്തെ കേസിൽ. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ആരുണ്ടാവുക? രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ PCl3 കേസിലാണ് ആരുണ്ടാവുക? ഇവിടെ ഉണ്ടാകാൻ പോകുന്ന മക്കളെ H3PO3 ആണ്, H3PO3. മൂന്നാമത്തെ കേസ് ബൈ പ്രൊഡക്റ്റ് ആണ് SOCl2 ആണ്. ബൈ പ്രൊഡക്റ്റ് എന്തായിരിക്കും? നിങ്ങൾ പഠിച്ചായിരിക്കും, നിങ്ങൾ ഹാലോൽക്കിനും പഠിച്ചിട്ടുണ്ടാവും, SO2 and HCl, SO2 and HCl. ഇതാണ് ഇതിന്റെ ബൈ പ്രൊഡക്റ്റ്. ബാക്കി മൂന്നിലും കോമൺ ആയി ഉണ്ടാവും, RCOCl ഉണ്ടാകും. അതേപോലെ തന്നെ PCl3 ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ H3PO3 ഉണ്ടാകും. SOCl2 ആണെങ്കിൽ SO2 and HCl ആയിരിക്കും അതിന്റെ ബൈ പ്രൊഡക്റ്റ് ഉണ്ടായിരിക്കും. ബാക്കിയൊക്കെ എന്താണ്? സിമിലർ ആണ്, സെയിം ആണ്. ഇല്ല മക്കളെ. ഇനി അടുത്തത് എന്ന് പറഞ്ഞ മക്കളെ, റിയാക്ഷൻ വിത്ത് അമോണിയ. നിങ്ങൾ അറിയുന്ന കാര്യങ്ങളായിരിക്കും, അതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല. പ്യൂറസ്റ്റ് നേരത്തെ പറഞ്ഞ ഈ SOCl2 എന്താണ്? പ്യൂറസ്റ്റ് ഫോമിലാണ്, അതായത് ഏറ്റവും നല്ല പ്യൂറസ്റ്റ് മെത്തേഡ് അതാണ്. പ്യൂറസ്റ്റ് മെത്തേഡ് SOCl2 ആയിട്ട് റിയാക്ട് ചെയ്യുന്നത്. കാരണം എന്താണ്? അതിന്റെ ബൈ പ്രോഡക്റ്റ് ഒക്കെ എന്താണ്? ആസിഡ് ഫോമിൽ, ഗ്യാഷ്യസ് ഫോമിൽ ആയതുകൊണ്ട് തന്നെ എന്ത് എലിമിനേറ്റ് പോയിക്കോളും. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ആസിഡ് കിട്ടുന്ന കാര്യം നിങ്ങൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, എനിവേ പറഞ്ഞതേ ഉള്ളൂ. ഒരു കാര്യം കൂടി പറയട്ടെ, നിങ്ങൾ റിയാക്ഷൻ വിത്ത് അമോണിയയും കൂടി ഒന്ന് പറയട്ടെ. റിയാക്ഷൻ അമോണിയ എന്ന് പറയുമ്പോൾ എന്താണ്? ആസിഡ് CH3COH റിയാക്ട് വിത്ത് അമോണിയ, എന്തുണ്ടാവും? ഇവിടുന്ന് വെള്ളം പുറത്തോട്ട് പോകും, മൈനസ് വാട്ടർ. എങ്ങനെ വെള്ളം പുറത്തോട്ട് പോവാം? വെള്ളം പുറത്തോട്ട് പോയി ഇങ്ങനെ കാണിച്ചത് നിങ്ങൾക്ക് കൃത്യമായിട്ട്. ഇവിടുത്തെ ഈ പറയുന്ന OHഉം ഈ Hഉം കൂടി ചേർന്ന് എന്ത് ചെയ്യും? വെള്ളം പുറത്തോട്ട് പോകും. സോ ബാക്കിയുള്ള ആളുകൾ ക്ലബ് ചെയ്താൽ മതി. ബാക്കിയുള്ള ആളുകൾ ക്ലബ് ചെയ്യുമ്പോൾ എന്താണ്ടാവുക? CH3CONH2 അമൈഡ് ഫോം ചെയ്യും. സിമ്പിൾ. ആസിഡിലേക്ക് നിങ്ങൾ അമോണിയൻ ആഡ് ചെയ്ത് എന്താ കിട്ടുന്നത്? നിങ്ങൾക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അമൈഡ് കിട്ടും. അത്രയുള്ള കാര്യം, അമൈഡ് കിട്ടും. ഇനി നിങ്ങൾ പറയാൻ പോകുന്ന കാര്യം, നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യം ഇസ് വെരി വെരി ഇമ്പോർട്ടന്റ് ഫോർ കാർബോക്സിലിക് ആസിഡ്. കാർബോക്സിലിക് ആസിഡ് ഏറ്റവും ഇമ്പോർട്ടന്റ്. നേരത്തെ പറഞ്ഞ പോലെ ആൽക്കഹോൾസ് റൈമനും ഓക്സും പറഞ്ഞതുപോലെ, അതേപോലെ നമ്മുടെ ആൽഡിഹൈഡ് നമ്മൾ റെസംബണ്ടും അതുപോലെ സ്റ്റീഫൻസും എറ്റാർഡ്സും പറഞ്ഞതുപോലെ, അപ്പോൾ നമ്മൾ ആൽഡിഹൈഡ് കീറ്റോൺസിന് ടോളറൻസ് ഫില്ലിങ്സ് ഒക്കെ പറഞ്ഞതുപോലെ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നെയിം റിയാക്ഷൻ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു റിയാക്ഷൻ ആണ് ഇനി പറയാൻ പോകുന്നത്. കാർബോക്സിലിക് ആസിഡ് റിയാക്ഷൻ ഇനി പറയാൻ പോകുന്നത്. പഠിക്കാൻ നിങ്ങൾ എക്സാമിന് പോകരുത്. അത്രയും ഇമ്പോർട്ടന്റ് ഒരു റിയാക്ഷൻ ആണ് പറയാൻ പോകുന്നത്. റിയാക്ഷന്റെ പേര് മക്കളെ HVZ റിയാക്ഷൻ. റിയാക്ഷന്റെ പേര് HVZ റിയാക്ഷൻ. വെരി വെരി ഇമ്പോർട്ടന്റ്, വെരി വെരി ഇമ്പോർട്ടന്റ്. അതിന്റെ ഫുൾ ഫോം എന്താ മക്കളെ? ഫുൾ ഫോം എന്തായിരിക്കും? ഹെൽ വുൾഹാഡ് സെലിൻസ്കി റിയാക്ഷൻ. ഹെൽ വുൾഹാഡ് സെലിൻസ്കി റിയാക്ഷൻ. ഹെൽ വുൾഹാഡ് സെലിൻസ്കി റിയാക്ഷൻ എന്നാണ് പറയാം. ഹെൽ വുൾഹാഡ് സെലിൻസ്കി റിയാക്ഷൻ. ഓക്കെ അല്ലേ മക്കളെ? നോക്കിയാലോ? യെസ്. സംഭവം സിമ്പിൾ ആണ്, കോൺസെപ്റ്റ് വളരെ സിമ്പിൾ ആണ്, പെട്ടെന്ന് തീർക്കാൻ പറ്റും. നോക്കിയേ, ഇവിടെ പ്രധാനമായിട്ടും ആർക്ക് നടക്കുക എന്നുള്ളത്, എങ്ങനെ നടക്കുക എന്നുള്ളത് പറഞ്ഞുതരാം. എങ്ങനെ ചോദ്യം വരുന്നു പറഞ്ഞുതരാം. അതങ്ങനെ ആൻസർ ചെയ്താൽ മതിയല്ലോ. സെറ്റ്. നോക്കിയേ, ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു കാർബോക്സിക് ആസിഡ് എടുക്കുന്നു. കാർബോക്സിക് ആസിഡ് കണ്ടെയ്ൻ ആൽഫ ഹൈഡ്രജൻ. ആരെടുക്കുന്നത്? കാർബോക്സിക് ആസിഡ് കണ്ടെയ്ൻ ആൽഫ ഹൈഡ്രജൻ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുന്നത് ആൽഫ ഹൈഡ്രജൻ ഉണ്ടായിരിക്കണം, അതാണ് മറ്റൊരു കൺസെപ്റ്റ്. അപ്പൊ കാർബോക്സിക് ആസിഡ് ആൽഫ ഹൈഡ്രജൻ ഉള്ള ആളെ മാത്രം നടക്കും. കാർബോക്സിക് ആസിഡ് ആൽഫ ഹൈഡ്രജൻ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, ഇതാണ് എന്ത്? ഫങ്ഷണൽ ഗ്രൂപ്പ്. ഇപ്പം എവിടെയാണ് ആൽഫ ഹൈഡ്രജൻ ഉള്ളത്? ഈ കാണുന്ന ഹൈഡ്രജൻ എന്താണ്? ആൽഫ ഹൈഡ്രജൻ ആണ്. ആൽഫയല്ലേ? ആൽഫ ഹൈഡ്രജൻ ആണ്. റെഡി. ഇനി നമ്മൾ ഈ റിയാക്ഷൻ ഏതൊക്കെ റിയേജൻസ് വേണം നോക്കാം. റിയേജൻസ് പറയും മക്കൾ, ആരൊക്കെ വേണം? ഒന്നാമതായി നമ്മൾ വേണ്ടത് X2 ആണ്, ഹാലജൻ ആണ്. ഹാലജൻ ഇൻ റെഡ് ഫോസ്ഫറസ്. ഇങ്ങനെ ഒരു സാധനം കണ്ടാൽ നിങ്ങൾ ഉറപ്പിച്ചോ എന്താണത്? അത് ഹാലജൻ റെഡ് ഫോസ്ഫറസ് ആണെങ്കിൽ അത് HVZ റിയാക്ഷൻ ആയിരിക്കും മിക്കവാറും. ഓക്കെ. അതേപോലെ തന്നെ രണ്ടാമതായിട്ട് വേണ്ട ഒരു റിയാജൻ എന്ന് പറയാനാണ് വാട്ടർ. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മക്കളെ, ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ പറയുന്ന എല്ലാ ആൾക്കാരും ഹാലജൻ ഈ റിയാക്ഷൻ തരത്തില്ല. ഇപ്പം നമുക്കറിയാം, നോട്ട് ചെയ്യേണ്ട പോയിന്റ്, ഈ X ഈസ് ഈക്വൽ ടു ക്ലോറിനോ ബ്രോമിനോ ആയിരിക്കണം. X ആയിരിക്കണം മക്കളെ, ക്ലോറിനോ ബ്രോമിനോ ആയിരിക്കണം. അയഡിനോ ഫ്ലൂറിനോ ആണെങ്കിൽ എന്തെങ്കിലും റിയാക്ഷൻ തരൂല. അപ്പൊ ഹെൽ വുൾഹാഡ് സെലിൻസ്കി റിയാക്ഷനിൽ ആര് മാത്രമേ ഉള്ളൂ? X2 എന്ന് പറയുന്ന ഹാലജന് ആരായിരിക്കണം? ഒന്നെങ്കിൽ ക്ലോറിൻ അല്ലെങ്കിൽ ബ്രോമിൻ. മനസ്സിലാവുന്നുണ്ടോ? റെഡി അല്ലേ മക്കളെ? യെസ്. അപ്പൊ എന്താ പ്രൊഡക്റ്റ് ഉണ്ടാവുക? പ്രൊഡക്റ്റ് എന്തായിരിക്കും മക്കളെ? പ്രൊഡക്റ്റ് എന്തായിരിക്കും? സിമ്പിൾ പ്രൊഡക്റ്റ്. വളരെ സിമ്പിൾ എഴുതാൻ പറ്റും, വളരെ സിമ്പിൾ ആൻസർ ചെയ്യാൻ പറ്റും. എന്താ പ്രൊഡക്റ്റ് ഉണ്ടാവുക? നിങ്ങൾ ഇത്ര മാത്രം ആയിരിക്കും. ആൽഫ ഹൈഡ്രജൻ മാറ്റിയിട്ട് അവിടെ ആര് കയറിയിരിക്കും? ഹാലജൻ കയറിയിരിക്കും. അത്രേ ഉള്ളൂ. അപ്പം ഈ ആൽഫ ഹൈഡ്രജൻ മാറ്റിയിട്ട് എന്ത് ചെയ്യും? ഈ ഹാലജൻ അവിടെ കയറിയിരിക്കും. സിമ്പിൾ. RCH ഹാലജൻ കയറിയിരുന്നു, COH. സിമ്പിൾ ആൻസർ, വളരെ സിമ്പിൾ ആൻസർ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ HVZ റിയാക്ഷൻ ഇവിടെ നിങ്ങൾ ആൽഫ ഹൈഡ്രജൻ മാറ്റി, അല്ലാതെ എഴുതി വെച്ചാൽ എളുപ്പത്തിന് ആൽഫ ഹൈഡ്രജൻ മാറ്റി ആര് കയറിയിരിക്കും? ഹാലജൻ കയറിയിരിക്കും. ഏത് ഹാലജൻ എടുക്കുന്ന ആ ഹാലജൻ എന്ത് ചെയ്യും? ഹാലജൻ കയറിയിരിക്കും.
നിങ്ങൾ മനസ്സിലാവാൻ വേണ്ടി അങ്ങനെ ഇരുന്നാട്ടോ കയറിയിരിക്കുന്നു എഴുതി വെച്ചത്. നിങ്ങൾ നോട്ടൊക്കെ നോക്കുമ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്യും, നിങ്ങൾ മനസ്സിലേക്ക് കയറാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ എഴുതി വെച്ചത്. അപ്പം സിമ്പിൾ ആയ കാര്യമാണ്. ആൽഫ ഹൈഡ്രജൻ നിങ്ങളുടെ ഒരു കാർബോക്സിലിക് ആസിഡ് നിങ്ങൾ എടുക്കുന്നു. ആ കാർബോക്സിലിക് ആസിഡ് എന്ത് ചെയ്യുന്നു മക്കളെ, ആ കാർബോക്സിലിക് ആസിഡിന്റെ അകത്തുള്ള ആൽഫ ഹൈഡ്രജൻ മാറ്റിയിട്ട് നമ്മൾ ആഡ് ചെയ്ത ഹാലജൻ, അത് ഏത് ഹാലജൻ ആയിരിക്കണം, ക്ലോറിനോ ബ്രോമിനോ, അതെന്ത് ചെയ്യും, അവിടെ അങ്ങ് കയറി പോയിരിക്കും. വേറെ ഒരു മാറ്റവും. അപ്പൊ നിങ്ങൾക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് കിട്ടും, സ്ട്രക്ചർ കിട്ടും. അതാണ് എന്ത് ഹെൽബോൾ-ഹാർഡി-സെലിൻസ്കി റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ കാര്യം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, വളരെ എളുപ്പമാണ്. വളരെ എളുപ്പമാണ്. ഇപ്പോൾ മനസ്സിലാവുന്നുണ്ടോ? യെസ്. ഇനി നമ്മൾ അവസാന ഭാഗം, അതായത് ഈ പറഞ്ഞ കാർബോക്സിലിക് ആസിഡിന്റെ ഏറ്റവും എൻഡ്, ഈ ചാപ്റ്റർ എൻഡിങ് ആണ് പറയാൻ പോകുന്നത്, ലാസ്റ്റ് ഭാഗമാണ് പറയാൻ പോകുന്നത്. എല്ലാവരും എന്റെ കൂടെ തന്നെ ഇരിക്കാം, തയ്യാറായിട്ട് ഇരിക്കാം. ഓക്കെ, നോക്കിക്കാം മക്കളെ. ഞാനിപ്പോ എടുക്കുന്നത് കാർബോക്സിലിക്, ഇതാണ് കാർബോക്സിലിക് ആസിഡ് ആയിരിക്കും. കാർബോക്സിലിക് ആസിഡ്, ഈ കാർബോക്സിലിക് ആസിഡ് COH ഗ്രൂപ്പ് ഏത് ഗ്രൂപ്പ്? ഞാൻ പറഞ്ഞു CHO ഗ്രൂപ്പ് എന്താണ്, -M ഗ്രൂപ്പാണ്. അതേപോലെ തന്നെ COH ഗ്രൂപ്പ് ഏതാണ്, അതും -M-A ഗ്രൂപ്പാണ്. സോ ഇത് ഏത് ഗ്രൂപ്പ് മക്കളെ, -M മൈനസ് ഗ്രൂപ്പുകളാണ് ഈ പറഞ്ഞ ഗ്രൂപ്പ്, ഇതൊക്കെ -M ഗ്രൂപ്പുകളാണ്. സോ ഉറപ്പാണ് എന്ത്, ഓർത്തോ പാര അല്ല, പകരം എന്താണ്, മെറ്റാ ഡയറക്റ്റിംഗ് ആയിരിക്കും. ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ഗ്രൂപ്പാണ്, മെറ്റാ ഡയറക്റ്റിംഗ് ആണ്. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ നൈട്രേഷൻ നടത്തുകയാണെങ്കിൽ, നൈട്രേഷൻ കോൺസെൻട്രേറ്റ് NO3 അതേപോലെ കോൺസെൻട്രേറ്റ് സൾഫ്യൂരിക് ആസിഡ് ഒക്കെ ഇട്ട് നൈട്രേഷൻ വിധേയമാക്കുകയാണെങ്കിൽ, ശ്രദ്ധിക്കാൻ വളരെ ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റാണ്. കോൺസെൻട്രേറ്റ് NO3 കോൺസെൻട്രേറ്റ് സൾഫ്യൂരിക് ആസിഡ് റിയാക്ഷൻ നടത്തുവാണെങ്കിൽ ഇങ്ങനെ നമ്മൾ പ്രൊഡക്റ്റ് എന്തായിരിക്കും മക്കളെ, പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ ഉണ്ടാവുക, പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ COOH ഉം NO2 ഇവിടെ ഉണ്ടാവുക, മെറ്റൈൽ ഉണ്ടാവുക. അതേപോലെ തന്നെ ഞാൻ ഇവിടെ ബ്രോമിനേഷൻ ഇവിടെ ഉപയോഗിക്കുന്ന ഇവിടുത്തെ ഇതെന്തായിരിക്കും മക്കളെ, NO2+ അടുത്ത ഇലക്ട്രോഫിൽ ഉണ്ടാവും. അതേപോലെ ഞാൻ ഇവിടെ ബ്രോമിനേഷൻ നടത്തുകയാണെങ്കിൽ Br2, അതേപോലെ തന്നെ ഞാൻ ഇവിടെ FeBr2 ഒക്കെ ബ്രോമിനേഷൻ നടത്തുകയാണെങ്കിൽ എന്താണ്ടാവുക, FeBr2 ബ്രോമിനേഷൻ ആണ്. അവിടെ എനിക്ക് കിട്ടാൻ പോകുന്ന പ്രൊഡക്റ്റ് മെറ്റൈൽ ആയിരിക്കും ഉണ്ടാവുക. മെറ്റൈൽ കയറിയിട്ടായിരിക്കും ആര് കയറിയിരിക്കാം മക്കളെ, പറയും ബ്രോമിൻ കയറിയിരിക്കാം. അപ്പൊ ഞാൻ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുമ്പോൾ എനിക്ക് മെറ്റൈൽ ആണെന്നുണ്ടാവുക, പ്രൊഡക്റ്റ് ഉണ്ടായിരിക്കുക എന്നുള്ള കാര്യം കൂടി നിങ്ങൾ എന്തിനും ഓർത്തിരിക്കണം. അപ്പൊ നമ്മൾ ആൽക്കഹോളിലാണെങ്കിൽ ഓർത്തോ പാര ഡയറക്റ്റിംഗ് ആണ്, ആൽഡിഹൈഡിലാണ് മെറ്റാ ഡയറക്റ്റിംഗ് ആണ്, അതേപോലെ കാർബോക്സിലിക് ആസിഡ് ആണെങ്കിൽ എന്താണ്, മെറ്റാ ഡയറക്റ്റിംഗ് ആണ്. ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ ഓർത്തിരിക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമുക്ക് അഡീഷണൽ ആയിട്ട് ഒരു കാര്യം പറയട്ടെ, NCERT ഇല്ലാത്തൊരു കാര്യമാണ്, ബട്ട് ജസ്റ്റ് അറിഞ്ഞിരിക്കുന്നതല്ല. നമുക്ക് ചില ചോദ്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ, പഴയ പ്രീവിയസ് ജെയുടെ ക്വസ്റ്റൻ ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മേ ബി കാണാൻ ചാൻസ് ഉള്ള കാര്യം ഇത്രയേ ഉള്ളൂ. അല്ലാതെ കൂടുതൽ കോൺസെപ്റ്റ് ഒന്നും പറയാനില്ല. ഓർത്തോ എഫക്റ്റുള്ള ടേം നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാൻ പറ്റും. ഓർത്തോ എഫക്ട്, അതായത് ഓർത്തോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് കാർബോക്സിലിക് ആസിഡ് മോർ അസിഡിക്. ബാക്കിയുള്ള ബാക്കിയുള്ള ആൾക്കാരൊന്നും എന്താണെന്ന് നോക്കാതെ തന്നെ ഓർത്തോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് കാർബോക്സിലിക് ആസിഡ് മോർ അസിഡിക് എന്ന സാധനം മാത്രം ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. ജസ്റ്റ് കേട്ടാൽ മതി, എന്താണെന്നൊന്നും പഠിക്കണ്ട. ജസ്റ്റ് ചെയ്ത് വെക്കുക, ഓർത്തോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആയിട്ടുള്ള. നിങ്ങൾ എവിടെയെങ്കിലും നിങ്ങളുടെ പ്രീവിയസ് ജെയുടെയോ അല്ലെങ്കിൽ APMD ഒക്കെ ചോദ്യം കാണുമ്പോൾ, അല്ലെങ്കിൽ പഴയ പ്രീവിയസ് ജെയുടെ ആണ് കൂടുതൽ കാണാറുള്ളത്, അങ്ങനെ കാണുമ്പോൾ ഏതെങ്കിലും 1-2 ചോദ്യം കാണാൻ പറ്റും. അങ്ങനെ കാണുവാണെങ്കിൽ എന്തുകൊണ്ടാണ് എന്നുള്ളതും വേണ്ട, അത് ഇങ്ങനെ സംഭവമാണെന്ന് മനസ്സിലാക്കി വെക്കുക. അതുകൊണ്ടാണ് ഇങ്ങനെ ആൻസർ വന്നത്. ഓർത്തോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആയിട്ടുള്ള കാർബോക്സിലിക് ആസിഡ് എന്താണ്, മോർ അസിഡിക്. അതിന്റെ പ്രൂഫും കാര്യങ്ങളൊന്നും പറയുന്നില്ല, അതിന്റെ റീസൺ ഒന്നും പറയുന്നില്ല. ഇത്ര മാത്രം ഒന്ന് അറിഞ്ഞിരിക്കാം. ഇതോടുകൂടി നമ്മൾ ചാപ്റ്റർ അവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അതായത് ആൽഡിഹൈഡ് കീറ്റോൺസ് കാർബോക്സിൽ എൻഡർ തിയറി കോൺസെപ്റ്റുകൾ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ കൂടെ ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ചോദ്യം കൂടി ഞാൻ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാം. അതായത് ഈ പറഞ്ഞിരിക്കുന്ന ആൾഡോയിൽ കണ്ടൻസേഷനുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം നിങ്ങൾക്ക് കാണിച്ചു തരാം. നല്ല ചോദ്യമാണ്, പ്രീവിയസ് നീറ്റ് ചോദിച്ച ചോദ്യമാണ്. അതുകൂടി നമ്മൾ എന്ത് ചെയ്യാണ്, തിയറിറ്റിക്കൽ ആയിട്ട് എല്ലാ കാര്യം തീർക്കുന്നു. ഇനി നമ്മൾ ബാക്കിയുള്ള ഒരു 30ഓളം നല്ല ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ചെയ്യണം. അത് ചെയ്യുന്നത് കൂടി നമ്മൾ എന്ത് ചെയ്യും, ഈ ചാപ്റ്റർ ഫുൾ സെറ്റ് ആവും. അപ്പോൾ ഈ ഓർഗാനിക് കെമിസ്ട്രിയിലെ ഏറ്റവും വലിയ ചാപ്റ്ററിൽ ആൽഡിഹൈഡ് കീറ്റോൺസ് കാർബോക്സിലിക് ആസിഡിനോടുള്ള പേടി നമുക്ക് അങ്ങ് പോയി കിട്ടും. അപ്പൊ എന്റെ ഒരു കോൺസെപ്റ്റ് തിയറിയും പറഞ്ഞിട്ടുണ്ട്, അതിന്റെ കൂടെ തന്നെ 30 ചോദ്യങ്ങൾ ചെയ്തതിന് സെറ്റ് ആണ്. ഓക്കെ അല്ലേ? അപ്പൊ എന്ത് ചെയ്യാൻ പോകണം, നമുക്ക് ചോദ്യം ചെയ്ത് നോക്കാം. ഒരു ചോദ്യം തരട്ടെ നിങ്ങൾക്ക്, നിങ്ങൾ എന്റെ കൂടെ തന്നെ ചെയ്യും. നിങ്ങൾ ആ ചോദ്യം തരാം കേട്ടോ, നിങ്ങൾ ഹോംവർക്ക് ചെയ്യാനുള്ളതാണ്. ഞാൻ എന്ത് ചെയ്യണം, ഇതിപ്പോ ഒരു കീറ്റോൺ എടുത്തു. ആ കീറ്റോണിലേക്ക് ഞാൻ എന്ത് ചെയ്യാണ്, ലെറ്റ്സ് സേ ഈ കീറ്റോൺ ഞാൻ എന്ത് ചെയ്യാണ്, സൈക്ലോ ഹെക്സനോൺ എന്നല്ല പറയുന്നത്. ക്വസ്റ്റ്യൻ ഇതാട്ടോ മക്കളെ, ക്വസ്റ്റ്യൻ തരാം. ക്വസ്റ്റ്യൻ ഇതാണ്, സൈക്ലോ ഹെക്സനോൺ undergo aldol condensation. Then cyclohexanone എന്ത് ചെയ്യുന്നു, aldol condensation വിധേയമാകും. അങ്ങനെയാണെങ്കിൽ പ്രൊഡക്റ്റ് എന്താണെന്ന് ചോദ്യം. ഇതാണ് ചോദ്യം. സൈക്ലോഹെക്സനോൺ aldol condensation വിധേയമാവില്ലെന്ന് നോക്കിക്കുക ആദ്യം. ഫസ്റ്റ് ഓഫ് ഓൾ ഇതാണ് സൈക്ലോഹെക്സനോൺ. ആൽഫ ഹൈഡ്രജൻ ഉണ്ടോ നിങ്ങൾ നോക്കിക്കേ. ഇതാണ് ഫങ്ഷണൽ ഗ്രൂപ്പ്. ഇതാണ് എന്ത്, ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത കാർബൺ ആണ് ആൽഫ കാർബൺ. ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്ന സാധനം, ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ആണ് ആൽഫ കാർബൺ. ഇതാണ് ആൽഫ കാർബൺ എന്ന് പറയുന്നത്. ഇതാണ് ആൽഫ കാർബൺ എന്ന് പറയുന്നത്. ഇടില്ലേ മക്കളെ, ഇതാണ് ആൽഫ, ഇതും ആൽഫ കാർബൺ ആണ്, ഇതും ആൽഫ കാർബൺ. അവിടെ നിന്ന് ഹൈഡ്രജൻ ഉണ്ടല്ലോ, അപ്പൊ ഇവിടെ ആൽഫ ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെ ആൽഫ ഹൈഡ്രജൻ. ഇടിയല്ലേ, സെറ്റ് ആണ്. ഇനി കോൺസെപ്റ്റ് പറഞ്ഞാൽ ഇപ്പൊ ആൾഡോയിൽ നടക്കുന്ന ഉറപ്പാണല്ലോ, ഉറപ്പാണ്. അപ്പൊ 2 മോളിക്യൂൾ വേണ്ട, 2 മോളിക്യൂൾ വേണം. ഒരാൾ അങ്ങനെ തന്നെ നിർത്തിയിട്ട് ഒരാളുടെ
ഓക്സിജന് മറ്റേ ആളുടെ ആൽഫ ഹൈഡ്രജൻ ആണല്ലോ എടുക്കേണ്ടത്, അങ്ങനെ വാട്ടർ എലിമിനേറ്റ് ചെയ്യേണ്ടത് വേണം. അപ്പം ആ രൂപത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുന്ന അറേഞ്ച് ചെയ്ത് വെക്കുക. അപ്പോൾ അടുത്ത മോളിക്കുലർ തിരിച്ച് ഞാൻ ഇങ്ങനെ തിരിച്ച് എഴുതുന്നു, കാരണം സിമ്പിൾ ആയിട്ട് അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്, ഒരേ ഫോമിൽ ചെയ്തു, അതായത് ഇങ്ങനെ ചെയ്താൽ അപ്പം സിമ്പിൾ ആയിട്ട് നമുക്ക് റിമൂവ് ചെയ്യുന്ന രൂപത്തിൽ ആക്കാൻ പറ്റും. അപ്പോൾ സൈക്ലോഹെക്സനോൺ എന്ത് ചെയ്യുന്നു, ഞാൻ ഇങ്ങനെ മാറ്റി വരയ്ക്കുകയാണ്. അപ്പൊ നമുക്ക് എഴുതാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് ഇങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ ചെയ്യേണ്ടത്. ഇങ്ങനെ ചോദ്യങ്ങളൊക്കെ നീറ്റിന് ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ സൈക്ലോഹെക്സനോൺ ആണ് അടുത്ത മോളിക്കൂൾ ആണ് കാണിക്കുന്നത്. നെക്സ്റ്റ് മോളിക്കൂൾ, അതിന്റെ തൊട്ടടുത്തുള്ള ഹൈഡ്രജൻ ആണ് ഇവിടെ ആൽഫ ഹൈഡ്രജൻ ആണ് ഇവിടെ കൊടുക്കുന്നത് കേട്ടോ. ആൽഫ ഹൈഡ്രജൻ ആണ് ഇവിടെ കൊടുക്കുന്നത്. 2 ആൽഫ ഹൈഡ്രജൻ ഉണ്ടാവും. അത് എന്തിനു വേണ്ടിയിട്ടാ, ഈ ആൽഫ ഹൈഡ്രജൻ ആണ് എന്ത് ചെയ്യുക, ഇവിടെ നിന്ന് വാട്ടർ മോളിക്യൂൾ ആയിട്ട് പുറത്തുപോകാൻ സഹായിക്കുന്നത്. അപ്പൊ ഇവിടെ നിന്ന് എന്ത് ചെയ്യും, ഇവർ H2O പുറത്തോട്ട് പോകും. അപ്പം ബാക്കി ആരുണ്ടോ മക്കളെ, ബാക്കി H2O പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ബാക്കി നേരെ ക്ലബ് ചെയ്താൽ മതി. ബാക്കി നേരെ ക്ലബ് ചെയ്യുക, ഒന്നും ഒരു പണിയുമില്ല, ജസ്റ്റ് ക്ലബ് ചെയ്യും. അപ്പൊ ആൻസർ ആയി കഴിഞ്ഞു. ആൻസർ ആയി കഴിഞ്ഞു. അപ്പം ആൻസർ എന്ന് പറയുമ്പോൾ ഇതാണ് ആൻസർ. ഇതായിരിക്കും. അപ്പം ഇനി എന്ത് ചെയ്യണം മക്കളെ, നമ്മൾ ഹീറ്റ് ചെയ്യണം. ഹീറ്റ് ചെയ്യുമ്പോൾ എന്തുണ്ടാവും ആൻസർ, ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹീറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ എന്ത് ചെയ്യും, ഓക്കെ. അപ്പൊ ഇതാണ് ആൻസർ ഉണ്ടാവും കേട്ടോ മക്കളെ. അതായത് ഇത് ഇത് ഹീറ്റ് ചെയ്യുമ്പോഴാണ് വാട്ടർ എലിമിനേറ്റ് ചെയ്യുക. അപ്പം എന്ത് ചെയ്യുമ്പോൾ ഫൈനൽ പ്രൊഡക്റ്റ് ചെയ്ത ആൻസർ കിട്ടും. സിമ്പിൾ, ഇതാണ് ആൻസർ. ഇത്രയുള്ള കാര്യം. വാട്ടർ എലിമിനേറ്റ് ചെയ്തതിന് നമുക്ക് ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് പ്രൊഡക്റ്റ് കിട്ടുമല്ലോ. ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് പ്രൊഡക്റ്റ് കിട്ടിയില്ല നിങ്ങൾക്ക്, ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് പ്രൊഡക്റ്റ് കിട്ടി. ഓക്കെ, ഇത് ഫംഗ്ഷൻ ഗ്രൂപ്പാണ്, ഇത് ആൽഫയാണ്, ഇത് ബീറ്റയാണ്. അപ്പോൾ ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് പ്രൊഡക്റ്റ്, സിമ്പിൾ, അത്രയേ ഉള്ളൂ കാര്യം. ഇതോടുകൂടി നമ്മൾ എന്ത് ചെയ്യണം, ആൽഡിഹൈഡ് കീറ്റോൺസ് കാർബോക്സിലേസ് എൻ്റെ തിയററ്റിക്കൽ കോൺസെപ്റ്റ് കംപ്ലീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ചോദ്യങ്ങളിലേക്ക് കടക്കാം. നിങ്ങൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. ഓരോ ചോദ്യങ്ങളുള്ള ഇമ്പോർട്ടൻ്റ് ആണ്, കൃത്യമായിട്ട് മനസ്സിലാക്കണം നിങ്ങൾ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, ഓൾമോസ്റ്റ് 30 ചോദ്യങ്ങളാണ് ഇതിനകത്തുള്ളത്. അപ്പം ഓരോ ചോദ്യങ്ങളും കോൺസെപ്റ്റ്ലി ഉള്ള ചോദ്യങ്ങളാണ്. അപ്പം നിങ്ങൾ കൃത്യമായിട്ട് തിയറി മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ആൽഡിഹൈഡ് കീറ്റോൺസ് കാർബോക്സിലേസ് നമ്മൾ ഓൾമോസ്റ്റ് 3 ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നീറ്റ് എക്സാം വളരെ വെയിറ്റേജ് ഉള്ള ലെങ്തി ചാപ്റ്റർ ആണ്. കൃത്യമായിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം, ചെയ്ത് നോക്കണം. നിങ്ങൾ എന്ത് ചെയ്യാം, ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ആൻസർ കിട്ടുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ കൂടെ തന്നെ ചെയ്യാം. മാക്സിമം നിങ്ങൾ സ്വന്തമായി ചെയ്ത് നോക്കുക. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കമന്റ് സെക്ഷനിലൊക്കെ ചോദിക്കാം. സോ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ബൈ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് റിയാക്ഷൻ കീറ്റോൺസ് കാനോട്ട് ബി പ്രിപ്പയർഡ് എന്നാണ് ചോദ്യം. അപ്പോൾ താഴെ തന്നിരിക്കുന്ന ചോദ്യത്തിൽ കീറ്റോൺസ് ഉണ്ടാക്കാൻ പറ്റാത്ത ഏതെന്ന ചോദ്യം. വിച്ച് ഓഫ് വൺ ഓഫ് ദ ഫോളോയിങ് റിയാക്ഷൻസ് കീറ്റോൺസ് കാനോട്ട് ബി പ്രിപ്പയർഡ്. നമ്മൾ സമാധാനത്തിൽ ചെയ്താൽ മതി. നിങ്ങൾ 1 മിനിറ്റ് ഉണ്ടാകും, 1 മിനിറ്റ് നമ്മൾ ആൻസർ ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കീറ്റോൺസ് ഉണ്ടാക്കാൻ പറ്റാത്തത്. ഹൈഡ്രേഷൻ ഓഫ് ആൽക്കൈൻസ് ഹൈഡ്രേഷൻ നടത്തി നമുക്ക് കീറ്റോൺസ് കിട്ടുന്നതായിരിക്കും. അതേപോലെ ഹൈഡ്രോളിസ് ഓഫ് ജെം, നമുക്ക് നീറ്റ് എക്സാമിന് പ്രധാനപ്പെട്ട കാര്യം. ചിലപ്പോൾ നമുക്ക് എല്ലാ ഓപ്ഷൻസ് അറിയില്ലെങ്കിലും നമുക്ക് അറിയുന്ന ഓപ്ഷൻസ് ഉണ്ടോ എന്ന് നോക്കണം, എലിമിനേഷൻ പറ്റുമോ നോക്കണം. ഇവരുടെ ടെക്നിക്സ് ഉണ്ട്. അപ്പോൾ നമുക്കറിയാം, ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റീഫൻസ് റിയാക്ഷൻ എന്നുള്ള ടേം ഉണ്ട്, നമുക്ക് അറിയുന്ന വളരെ കൃത്യമായിട്ട് അറിയുന്നത്. സ്റ്റീഫൻസ് റിയാക്ഷൻ പ്രത്യേകം എന്താണ്, സ്റ്റീഫൻസ് റിയാക്ഷൻ പാട്ട് പാടി പഠിപ്പിച്ചാണ്. സ്റ്റീഫൻസ് റിയാക്ഷൻ CN SnCl2 HCl ഇമീൻ ഫോം ചെയ്താൽ പിന്നെ ഹൈഡ്രോളിസിസ് ചെയ്യണം, വേണം, കിട്ടിയല്ലോ കിട്ടിയല്ലോ ആൽഡിഹൈഡ്, അല്ലെ? ആൽഡിഹൈഡ് ഉണ്ടാക്കുന്ന പരിപാടിയാണ് സ്റ്റീഫൻസ് റിയാക്ഷൻ. അപ്പോൾ സ്റ്റീഫൻസ് റിയാക്ഷൻ ഉപയോഗിച്ച് നമുക്ക് കീറ്റോൺ കിട്ടും മക്കളെ, കീറ്റോൺ കിട്ടത്തില്ല. എന്താ കിട്ടുള്ളൂ, ആൽഡിഹൈഡ് കിട്ടത്തുള്ളൂ. ആൻസർ വിൽ ബി വിച്ച് ഓഫ് ദ ഫോളോയിങ് റിയാക്ഷൻ കീറ്റോൺസ് കാനോട്ട് ബി, കീറ്റോൺസ് ഉണ്ടാക്കാൻ പറ്റാത്ത ഏത് ചോദ്യം, അർത്ഥം വളരെ സിമ്പിൾ ആണ്. എന്താണ് സ്റ്റീഫൻസ് റിയാക്ഷൻ, മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ സ്റ്റീഫൻസ് റിയാക്ഷൻ ഉപയോഗിച്ച് നമുക്ക് എന്താ കിട്ടുക, ആൽഡിഹൈഡ് കിട്ടുക, കീറ്റോൺ കിട്ടത്തില്ല. സോ ആൻസർ വിൽ ബി സ്റ്റീഫൻസ് റിയാക്ഷൻ. സിമ്പിൾ അല്ലേ മക്കളെ, സിമ്പിൾ അല്ലേ? സിമ്പിൾ. ഇനി നിങ്ങൾ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഓപ്ഷൻസുകളൊന്നും അറിയത്തില്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്താൽ മതി, അറിയുന്ന ഓപ്ഷൻ വെച്ച് ആൻസർ ചെയ്യാനും പറ്റും. നിങ്ങൾ അടുത്ത് നോക്കാം. CH3CN എന്ത് ചെയ്യുന്നുണ്ട്, സോഡിയം മെത്തനോളുമായി റിയാക്ട് ചെയ്യുന്നു, എ കിട്ടുന്നു. ഇങ്ങനത്തെ ചോദ്യങ്ങളാണ് പല കുട്ടികൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കാറുള്ളത്. ഇത് കൺസെപ്റ്റ് ഓറിയന്റഡ് ആണ്, അതായത് പല ചാപ്റ്ററും ലിങ്ക് ചെയ്ത ചോദ്യങ്ങളാണ്. നമുക്ക് എന്ത് മാക്സിമം നോക്കാം ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. CH3CN സയനൈഡ് ആണ്, സോഡിയം മെത്തനോളുമായി റിയാക്ട് ചെയ്യുന്നു, HNO2 റിയാക്ട് ചെയ്യുന്നു, അവസാനം നമ്മൾ എന്ത് ചെയ്യുന്നു, C എന്ന് കിട്ടുന്നു. അപ്പോൾ ആക്ച്വലി ഈ സോഡിയം മെത്തനോൾ നിങ്ങൾ എവിടെ കാണുന്നത്, ഇത് നിങ്ങൾ അമൈൻസിലാണ് കാണുന്നത് കൂടുതലായിട്ടും. അമൈൻസ് കാണുന്നുണ്ടോ? ആക്ച്വലി ഒന്നും അല്ലടാ, സോഡിയം മെത്തനോൾ എന്താണ്, ഒരു റെഡ്യൂസിങ് ഏജന്റ് ആണ്. ഹൈഡ്രജനെ കൊടുക്കുന്നു, ആ പരിപാടിയുള്ളൂ. HNO2 എന്താ പരിപാടി, HNO2 നിങ്ങൾ എവിടെ കണ്ടിട്ടുണ്ടാവുക, HNO2 നിങ്ങൾ എവിടെ കണ്ടാലും അവിടെ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ OH നെ കൊടുക്കുക ചെയ്യുക. അതായത് മക്കളെ സംഭവം സിമ്പിൾ ആണ്. ഇപ്പൊ നിങ്ങളിപ്പം ഈ പറഞ്ഞിരിക്കുന്ന HNO2 OH ആണ് കൊടുക്കുന്നുണ്ടാവും, അത് നമ്മൾ അമൈൻസ് പറയുന്ന കാര്യമാണ്. ഈ കോപ്പർ 573 പഠിച്ചത് നിങ്ങൾ, കോപ്പർ 573 അത് ആൽഡിഹൈഡിലും പഠിച്ചിട്ടുണ്ടാവും, അതേപോലെ നിങ്ങൾ ആൽക്കഹോൾസും പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, അത് നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. ഓക്കെ അല്ലേ, സിമ്പിൾ ആയ കാര്യങ്ങളാണ് അതൊക്കെ. അപ്പൊ നമ്മൾ ഇത് എങ്ങനെയാണ് നമ്മൾ ക്ലബ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് മനസ്സിലാക്കുന്നത്. നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം കൂടി ക്ലബ് ചെയ്യണം. സോ ഫസ്റ്റ് ഓഫ് ഓൾ CH3CN, ഇതാണ് സാധനം, സയനൈഡ്, നൈട്രൈൽസ് എന്ന് പറയും. ശരിക്കും സോഡിയം മെത്തനോൾ എന്ന് പറയുമ്പോൾ എന്താണ്, സോഡിയം എത്തനോൾ. ഓക്കെ, ഇത് റെഡ്യൂസിങ് ഏജന്റ് റിഡക്ഷൻ, ഹൈഡ്രജൻ ആണ് ഇവിടെ ആഡ് ചെയ്യുന്നുണ്ടാവുക. ഹൈഡ്രജൻ ആഡ് ചെയ്യുമ്പോൾ ഇവിടെ 3 ബോണ്ട് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും,
ബോണ്ട് ബ്രേക്ക് ചെയ്യണം. ബോണ്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നു. 2 ഹൈഡ്രജൻ അവിടെ ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് പ്രൊഡക്ഷൻ നമ്മൾ അമൈഡ്സ് ഉണ്ടാക്കുന്ന റിയാക്ഷനുമായി ബന്ധപ്പെട്ടുള്ളതാണ്. എനിവേ അമൈൻസിലാണ് വരുന്നതെങ്കിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താണ് ഹൈഡ്രജൻ ആഡ് ചെയ്യുന്നു. സോ എന്ത് ചെയ്യുന്നു? ഓരോ ബോണ്ട് ബ്രേക്ക് ചെയ്ത് 2 ബോണ്ട് ബ്രേക്ക് ചെയ്ത് 2 ഹൈഡ്രജൻ ആഡ് ചെയ്യുന്നു. അപ്പോൾ ആൻസർ എന്തായിരിക്കും ഉണ്ടാവുക? CH3 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 എന്താ മക്കളെ? CH3 പറ CH3 എന്ന് പറഞ്ഞാൽ CH2 NH2. ഇവിടെ എന്ത് ചെയ്യുന്നു? 2 ഹൈഡ്രജൻ ആഡ് ചെയ്യുന്നു. 2 മോൾ ഹൈഡ്രജൻ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? ബോണ്ട് ബ്രേക്ക് ചെയ്ത് CH3 CH2 NH2 എന്ന് പറയുന്ന അമൈൻസ് കിട്ടി. നമുക്ക് അമൈൻസ് കിട്ടി. അപ്പോൾ അമൈൻസിന്റെ പ്രിപ്പറേഷൻ നമുക്ക് പറയാൻ പറ്റും. സയനൈഡിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക? സോഡിയം എത്തനോൾ റിഡക്ഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അമൈൻസ് കിട്ടും. അമൈൻസ് കിട്ടി. റെഡി അല്ലേ? അപ്പോൾ CH3 CH2 NH2 കിട്ടി. ഇനി ഈ CH3 CH2 NH2 നമ്മൾ ആരെ ആഡ് ചെയ്യുന്നുണ്ട് മക്കളെ? നമ്മൾ ആരെ ആഡ് ചെയ്യുന്നുണ്ട്? HNO2 ആഡ് ചെയ്യുന്നു. HNO2. HNO2 നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ HNO2 ആഡ് ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞിരിക്കുന്ന NH2 മാറ്റി ആര് കയറിയിരിക്കും ഇവിടെ? NH2 മാറ്റിയിട്ട് ആര് കയറിയിരിക്കും? ഈ പറഞ്ഞ HNO2 എന്ത് തരും? OH തരും. ആ OH ഇവിടെ റീപ്ലേസ് ചെയ്യും. OH ഇവിടെ അപ്പോൾ ആൽക്കഹോൾ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇതൊക്കെ അമൈൻസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. അപ്പോൾ അമൈൻസ് നമ്മൾ ചെയ്യുമ്പോൾ ഇതൊക്കെ നമുക്ക് മനസ്സിലാവും. ഇനി അമൈൻസ് പഠിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യാം? ഒന്ന് നോക്കിയാൽ മതി. CH3 CH2 OH ആൽക്കഹോൾ കിട്ടി. ഇത് ഏത് ആൽക്കഹോളാണ് മക്കളെ? പ്രൈമറി ആൽക്കഹോളാണ്. ഈ പ്രൈമറി ആൽക്കഹോൾ കോപ്പർ ബാർ 573 കെൽവിന് പോകാൻ എന്ത് സംഭവിക്കാം? പ്രൈമറി ആൽക്കഹോൾ അണ്ടർഗോ ഈ പറഞ്ഞ കോപ്പർ ബാർ 573 കെൽവിൻ ആണെങ്കിൽ ആൽഡിഹൈഡ് തരും. അല്ലെ? ആൽഡിഹൈഡ് തരും. അതേപോലെ തന്നെ സെക്കൻഡറി ആൽക്കഹോൾ ആണെങ്കിൽ കീറ്റോൺ തരും. ടെർഷ്യറി ആൽക്കഹോൾ ആണെങ്കിൽ ആൽക്കീൻ തരും. അപ്പോൾ എന്താ ഉണ്ടാവുക? യെസ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൽക്കഹോൾ തരും. എന്ന് വെച്ചാൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൽഡിഹൈഡ് തരും. അതായത് 2 കാർബണുള്ള ആൽഡിഹൈഡ് എന്താടാ? 2 കാർബണുള്ള ആൽഡിഹൈഡ് എന്ന് പറയുമ്പോൾ CH3 CHO. ഏത് ഓപ്ഷൻ ഉണ്ടോ നോക്കിയേ? യെസ് ഓപ്ഷൻ ബി. ഇത് മനസ്സിലാത്ത ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? ചില കുട്ടിക്ക് അറിയത്തുണ്ടായിരിക്കില്ല. ഈ സോഡിയം എത്തനോൾ എന്ന് പറയുന്നത് റെഡ്യൂസിങ് ഏജന്റ് റിഡക്ഷൻ ആണ് നടക്കുന്നത്. അവിടെ എന്ത് ചെയ്യും? ഹൈഡ്രജൻ കൊടുക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് CH3 നൈട്രേറ്റ്സ് എന്തായി മാറും? നൈട്രേറ്റ്സ് എന്തായി മാറും മക്കളെ? അമൈൻസ് ആയി മാറും. അതായത് ജസ്റ്റ് ഇവിടെ ഹൈഡ്രജൻ ആഡ് ചെയ്ത് കൊടുക്കുക. ഹൈഡ്രജൻ ആഡ് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യും? അമൈൻസ് ആയി. അമൈൻസിൽ HNO ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അമൈൻസ് എന്തായി മാറും? ആൽക്കഹോൾ ആയി മാറും. ഓർത്തിരുന്നാൽ മതി. അമൈൻസിലേക്ക് HNO ആഡ് ചെയ്താൽ ആൽക്കഹോൾ ആയി മാറും. ഈ ആൽക്കഹോളിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്? ആൽക്കഹോൾ ആണ്. പ്രൈമറി ആൽക്കഹോൾ ആണെങ്കിൽ ഉറപ്പിച്ചോ ആൽഡിഹൈഡ്, സെക്കൻഡറി ആൽക്കഹോൾ ആണെങ്കിൽ കീറ്റോൺ, ടെർഷ്യറി ആണെങ്കിൽ ആൽക്കീൻ. ഇത്രയാണ് കാര്യം. സിമ്പിൾ അല്ലേ? സിമ്പിൾ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? യെസ്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ബെൻസാൽഡിഹൈഡ് ക്യാൻ ബി പ്രിപ്പയർഡ് ഫ്രം. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ബെൻസാൽഡിഹൈഡ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കുമ്പോൾ ആദ്യത്തെ ഓപ്ഷൻ നോക്കുന്ന സമയത്ത് തന്നെ ഇതെന്താ? പലേഡിയം ബേരിയം സൾഫേറ്റ് നമ്മൾ പഠിച്ചാണ്. റോസമ്മൺ PD ബേരിയം സൾഫേറ്റ്, റോസമ്മൺ PD ബേരിയം സൾഫേറ്റ്. 6 കൊക്ലിയർ റോസമ്മൺ PD ബേരിയം സൾഫേറ്റ്. 6 കൊച്ചുണ്ടാവും. അതായത് ഇതാണ് ഉണ്ടാവുക. യെസ് ബെൻസാൽഡിഹൈഡ് ഉണ്ടാകും. അപ്പം ഇത് ഓൾറെഡി നെയിം റിയാക്ഷൻ ആണ്. ഫസ്റ്റ് ഓപ്ഷൻ എന്താണ്? ഇനിയിപ്പം ലാസ്റ്റ് ഓപ്ഷനേക്കാണെങ്കിൽ നമ്മൾ ഓരോന്നോരോ നോക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഇതെന്താണ്? ഫസ്റ്റ് ഓപ്ഷൻ തന്നെ ആയതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ഓപ്ഷൻ നോക്കേണ്ട ആവശ്യമില്ല. യുവർ ആൻസർ വിൽ ബി എ എന്നാണ്. സിമ്പിൾ ഡയറക്റ്റ് ചോദ്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അടുത്തത് നോക്കാം. ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് കനോട്ട് ബി ഡിസ്റ്റിംഗ്വിഷ്ഡ് ബൈ. അടുത്ത ചോദ്യമാണ് ആൽഡിഹൈഡും കീറ്റോൺസും നമുക്ക് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ പറ്റാത്ത ഏതെന്നുള്ളതാണ്. ഇത് നല്ല ചോദ്യമാണ്. കാരണം വെച്ചാൽ നമ്മളിത് കുറച്ചുകൂടി അതായത് മോളിഷ് ടെസ്റ്റ് ഒക്കെ നമ്മൾ ഇതുവരെ കേട്ടിട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ മനസ്സിലാകുന്ന കാര്യം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. അതായത് ടോളൻസ് അതേപോലെ തന്നെ ഷിഫ്, ഇതിനകത്തുള്ള കാര്യങ്ങൾ ഷിഫ്, ബെനഡിക്സ്, ഫെലിങ്സ്, ഇതൊക്കെ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറഞ്ഞ പോലെ നമുക്ക് ആൽഡിഹൈഡിനെയും കീറ്റോണിനെയും വേർതിരിച്ച് മനസ്സിലാക്കാൻ പറ്റും. ആൽഡിഹൈഡിനെയും കീറ്റോണിനെയും വേർതിരിച്ച് മനസ്സിലാക്കാൻ പറ്റും ഈ പറഞ്ഞ ആൾക്കാരൊക്കെ. പക്ഷേ നമ്മൾ മോളിഷ് എന്ന് പറയുന്ന ടെസ്റ്റ് നമ്മൾ ഈ പറഞ്ഞ ബയോമോളിക്യൂൾസ് പഠിക്കുന്ന ഔട്ട് ഓഫ് ബോക്സ് ആണ്. ഈ മോളിഷ് ടെസ്റ്റ് എന്തെയാണ്? നമുക്ക് കാർബോഹൈഡ്രേറ്റിന്റെ ടെസ്റ്റ് ആണ്. കാർബോഹൈഡ്രേറ്റ് ടെസ്റ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്യാറുള്ളത്. അത് എന്തുമായി ബന്ധമില്ല? ആൽഡിഹൈഡും കീറ്റോണായിട്ട് ബന്ധമില്ല. സോ ആൻസർ വിൽ ബി എന്തായിരിക്കും മക്കളെ? ആൻസർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഓപ്ഷൻ എ ആണ്. മോളിഷ് ടെസ്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ട പോയിന്റ് എന്താണ് അവിടെ? അപ്പോൾ നിങ്ങൾ പ്രധാനമായിട്ടും മനസ്സിലാക്കുക. ഈ ഒരു ചോദ്യം കണ്ടു കഴിഞ്ഞാൽ ടോളൻസും ഷിഫും ബെനഡിക്സും ഒക്കെ എന്തിനു ഉപയോഗിക്കാറുണ്ട്? ആൽഡിഹൈഡ്സും കീറ്റോൺ ഡിസ്റ്റിങ്വിഷന് ഉപയോഗിക്കാറുണ്ട്. മനസ്സിലാവുന്നു? അതാണ് നിങ്ങൾ ഓർത്തിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ ഇതിനകത്ത് കയറ്റണം, ഐഡിയയിലേക്ക് കയറ്റണം. പക്ഷേ മോളിഷ് എന്ത് ചെയ്യില്ല? ഉപയോഗിക്കൂല. കാരണം അത് കാർബോഹൈഡ്രേറ്റ് ടെസ്റ്റ് ആണെന്ന കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. ഇത്രേ ഉള്ളൂ കാര്യം. മനസ്സിലാവും മക്കളെ? അപ്പോൾ അങ്ങനെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ഓരോന്ന് ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്ത് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ടെസ്റ്റ് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല. ബിക്കോസ് കുറച്ച് ഔട്ട് ഓഫ് ബോക്സ് ആണ്. എന്നിരുന്നാലും ഒരു പുതിയൊരു ഐഡിയ ആണ് നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? അത് മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് വെൻ ട്രീറ്റഡ് വിത്ത് C6H5NH2 the product formed is. വളരെ നല്ല ചോദ്യമാണ്. ഓൾറെഡി നമ്മൾ ടേബിൾ മൊത്തം പഠിപ്പിച്ചാണ് നിങ്ങളെ. ഈ കാണുന്ന സാധനം എന്താ മക്കളെ? എന്താ സാധനം? ഓൾറെഡി നിങ്ങൾക്ക് അറിയാം NH2 എന്താ? ഹൈഡ്രസീൻ. എന്താ ഹൈഡ്രസീനാ? അപ്പോൾ ഈ ഒരു ഹൈഡ്രജൻ മാറ്റിയിട്ട് ഫിനൈൽ ഗ്രൂപ്പ് എന്താ വിളിക്കുക? ഫിനൈൽ ഹൈഡ്രസീൻ. അപ്പോൾ ഇതെന്താ മക്കളെ? ഫിനൈൽ ഹൈഡ്രസീൻ. ഫിനൈൽ ഹൈഡ്രസീൻ എന്തിന് വിധേയമാവുകയാണ്? ഈ പറഞ്ഞിരിക്കുന്ന അതായത് ആൽഡിഹൈഡ് കീറ്റോൺ ഫിനൈൽ ഹൈഡ്രസീൻ എന്ന് പറയുന്ന ഡെറിവേറ്റീവുമായി ട്രീറ്റ് ചെയ്യുന്നത് ഉണ്ടാവുക. ഉറപ്പാണ് ഫിനൈൽ ഹൈഡ്രസോൺ ഉണ്ടാവും. ഫിനൈൽ ഹൈഡ്രസോൺ. ആൻസർ എന്തായിരിക്കും? ഫിനൈൽ ഹൈഡ്രസോൺ. സിമ്പിൾ. ഫിനൈൽ ഹൈഡ്രസോൺ ഉണ്ടാവും ആൻസർ. ആ ടേബിൾ കൃത്യമായി പഠിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. വളരെ സിമ്പിൾ ആണ് ഈ കാര്യം. കണ്ടില്ലേ മക്കളെ? റെഡി ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലേ? എന്റെ കൂടെ ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലേ? വിച്ച് ഓഫ് ഫോളോയിങ് കോമ്പൗണ്ട് വിൽ ഗിവ് പോസിറ്റീവ് അയോഡോഫോം ടെസ്റ്റ് എന്നാണ് ചോദ്യം. അപ്പം ഓൾറെഡി നിങ്ങൾ മനസ്സിലാക്കണം പോസിറ്റീവ് അയോഡോഫോം ടെസ്റ്റ്. അയോഡോഫോം ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങൾ പഠിപ്പിച്ചതാണ് ഓൾറെഡി. അയോഡോഫോം ടെസ്റ്റ് എന്ന് പോകുമ്പോൾ നിങ്ങൾ ചാടി കയറി ഞാൻ എന്ത് ചെയ്ത് ആൻസർ ചെയ്യരുത്. അത് നിങ്ങൾ ആലോചിക്കണം. അയോഡോഫോം ടെസ്റ്റ് ആരൊക്കെ തരും എന്നുള്ള കാര്യം ഫസ്റ്റ് നിങ്ങൾ ആലോചിക്കണം.
അഡ്വാൻറ്റേജ് തരുന്ന മിഥൈൽ കീറ്റോൺ ഒന്ന്. മിഥൈൽ കീറ്റോൺ എന്ന് പറയുമ്പോൾ ആരാണത്? മിഥൈൽ കീറ്റോൺ എന്ന് പറയുമ്പോൾ യെസ് ലെറ്റ്സ് സേ മിഥൈൽ കീറ്റോൺ എന്ന് പറയുമ്പോൾ സി ഡബിൾ ബോണ്ട് ഓ സി എ ത്രീ ഒന്നെങ്കിൽ ഇവനുണ്ടായിരിക്കണം. ആ ഒരു തന്നിരിക്കുന്ന സ്ട്രക്ചറിനകത്ത് ഇത് ഇമ്പോർട്ടന്റ് ചോദ്യമാണ് മക്കളെ, ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഇങ്ങനെ ചോദ്യം ചോദിക്കാം. അപ്പം ഒന്നെങ്കിൽ ഇതാണ് മിഥൈൽ കീറ്റോൺ, അല്ലെങ്കിൽ ഇങ്ങനെ സ്ട്രക്ചർ ഉണ്ടായിരിക്കണം, CH OH CH3. ഇങ്ങനെ സ്ട്രക്ചർ ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? ഹൈഡ്രോഫോൺ തരുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഐസോപ്രോപ്പൈൽ ആൽക്കോൾ എന്ന് പറയുമ്പോൾ എന്താണ്? ഐസോപ്രോപ്പൈൽ ആൽക്കോൾ നമ്മൾ വരച്ചു നോക്കാം. ഐസോപ്രോപ്പൈൽ ആൽക്കോൾ എന്ന് പറയുമ്പോൾ CH3 ഐസോപ്രോപ്പൈൽ ആൽക്കോൾ അല്ലേ? ഐസോപ്രോപ്പൈൽ ആൽക്കോൾ കറക്റ്റ് അല്ലേ? ഐസോപ്രോപ്പൈൽ ആൽക്കോൾ എന്ന് പറയുമ്പോൾ CH3OH ഇതിലുള്ള ഐസോപ്രോപ്പൈൽ ആൽക്കോൾ എന്ന് എന്താണ്? ഐസോപ്രോപ്പൈൽ ആൽക്കോൾ. ഈ ഐസോപ്രോപ്പൈൽ ആൽക്കോളിനകത്ത് എന്ത് ഐസോപ്രോപ്പൈൽ ഗ്രൂപ്പാണ്? അപ്പോൾ ഐസോപ്രോപ്പൈലിനകത്ത് ആൽക്കോൾ വന്നു. ഓക്കെ, ഇയാൾ ഏത് ഫോമിലാണ് നോക്കിക്കേ, നിങ്ങൾ നോക്കിക്കേ എല്ലാവരും. നമ്മൾ പറഞ്ഞ പോലുള്ളതാണോ? അതായത് CH3CHOH ഉണ്ടോ? CH3CHOH ഉണ്ടോ നോക്കിക്കേ. യെസ്, CH3CHOH യെസ് ഉണ്ട് മക്കളെ, CH3CHOH ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇയാൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? യെസ്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മക്കളെ? നമുക്ക് ഹൈഡ്രോഫോൺ ടെസ്റ്റ് വെച്ച് ആൻസർ ചെയ്യാൻ പറ്റും. പോസിറ്റീവ് ഹൈഡ്രോഫോൺ ടെസ്റ്റ് വരും. അപ്പോൾ ആൻസർ എന്താണ്? ഐസോപ്രോപ്പൈൽ ആൽക്കോൾ എന്നാണ്. സിമ്പിൾ ആയ ചോദ്യമാണ്. സിമ്പിൾ, നമ്മൾ അറിയുന്ന കോൺസെപ്റ്റ് തന്നെ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റിയാക്ഷൻ വിച്ച് ബെൻസാൽഡേറ്റ് കനോട്ട് ബി റിപ്പയർഡ്. ബെൻസാൽഡിഹൈഡ് തരാൻ പറ്റാത്ത റിയാക്ഷൻ ഏതെന്നാണ് ചോദ്യം. നമുക്ക് ബെൻസാൽഡിഹൈഡ് തരാൻ പറ്റാത്തല്ലേ? കനോട്ട് ബി ആണ്. ബെൻസാൽഡിഹൈഡ് കനോട്ട് ബി റിപ്പയർഡ് ആണ്. ഓക്കെ, ഒന്നാമത്തെ എന്താണ് മക്കളെ? കാർബൺ മോണോക്സൈഡ് HCl ഇൻ പ്ലസ് 1 ഹെഡ്സ് അലൂമിനിയം ക്ലോറൈഡ്. കാണുന്ന സാധനത്താണ് ഗെറ്റർമൻ കോച്ച് റിയാക്ഷൻ. നെയിം റിയാക്ഷൻ ആണ് ഗെറ്റർമൻ കോച്ച്. എന്തിന് നെയിം റിയാക്ഷൻ ആണത്? ഗെറ്റർമൻ കോച്ച് എന്ന് പറഞ്ഞാൽ ബെൻസാൽഡിഹൈഡ് പ്രിപ്പറേഷൻ നമ്മൾ പറഞ്ഞതാണ്. ബെൻസാൽഡിഹൈഡ് കിട്ടും. ഓക്കെ, റെഡി. ഹെഡ്സ് അലൂമിനിയം ക്ലോറൈഡ് എന്ത് ചെയ്യും മക്കളെ? ഈ Cl അങ്ങ് വലിച്ചു കൊണ്ടുപോകും, ബാക്കിയുള്ള COH എന്ത് ചെയ്യും? ഇവിടെ കയറിയിരിക്കും. ഇതാണ് പരിപാടി. രണ്ടാമത്തെ എന്താണ്? ബെൻസോയിക് ആസിഡ് ഉണ്ട്, അതേപോലെ സിങ്ക് അമാൽഗം കോൺസെൻട്രേറ്റ് CL ആണ്. നമ്മളിവിടെ ഇത് എന്താണ്? ക്ലെമൻസൺ റിഡക്ഷൻ ആണ്. ക്ലെമൻസൺ റിഡക്ഷൻ റെഡ്യൂസിങ് ഏജന്റ് ആണ്. ക്ലെമൻസൺ റിഡക്ഷൻ ഓർക്കുന്നുണ്ടെങ്കിൽ ക്ലെമൻസൺ റിഡക്ഷൻ അവിടെ നമ്മൾ പറഞ്ഞത് ക്ലെമൻസൺ റിഡക്ഷൻ പറഞ്ഞാൽ ആൽഡിഹൈഡോ കീറ്റോൺസും ആണ്. ആൽഡിഹൈഡോ കീറ്റോൺസ് ക്ലെമൻസൺ റിഡക്ഷൻ വിധമായി കറസ്പോണ്ടിങ് ഹൈഡ്രോകാർബൺ കിട്ടുന്നു. ഇത് ആൽഡിഹൈഡും കീറ്റോണും അല്ല. അവിടെ നിൽക്കട്ടെ. അടുത്ത എന്താണത്? ക്രോമൽ ക്ലോറൈഡ് ഓക്സിഡൈസ് ടോളുവിൻ ഇൻ പ്രസൻസ് ഓഫ് CS2 ഓക്സിഡൈസ് ടോളുവിൻ ബെൻസാൽഡിഹൈഡ്. അപ്പൊ എന്താ നമുക്ക് കിട്ടും? ബെൻസാൽഡിഹൈഡ് കിട്ടും. അപ്പൊ ഇതെന്താണ്? ബെൻസാൽഡിഹൈഡ് ഉണ്ടാക്കുന്ന പ്രിപ്പറേഷൻ ആണ്. ഓക്കെ ഫൈൻ. ഇനി അടുത്തത് ഇതെന്താ മക്കളെ? COC ഇതെന്താ മക്കളെ? റെസോൺമെന്റ് റിഡക്ഷൻ. റോസമെന്റ് PD വേരിയം സോൾട്ട്, റോസമെന്റ് PD വരും. അപ്പൊ എന്താ കിട്ടും നമുക്ക്? ബെൻസാൽഡിഹൈഡ് കിട്ടും. അപ്പൊ ഈ പറഞ്ഞ മൂന്നും, ഈ Aയും Cയും Dയും എന്താണ്? പ്രിപ്പറേഷൻ ഓഫ് ആൽഡിഹൈഡിന്റെ ബെൻസാൽഡിഹൈഡിന്റെ എന്താണ്? പ്രിപ്പറേഷൻസ് ആണ്. നെയിം റിയാക്ഷൻ ആണ് എല്ലാം. പക്ഷെ ഇവൻ എന്തല്ല, ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു ബന്ധവുമില്ല. യുവർ ആൻസർ വിൽ ബി അപ്പം എന്തായിരിക്കും? യുവർ ആൻസർ എന്തായിരിക്കും? അപ്പം യുവർ ആൻസർ വിൽ ബി ബി ആണ്. മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. ഓക്കെ, ചാടി കയറി കുത്തരുത്, നോക്കിയിട്ട് വേണം ആൻസർ ചെയ്യാൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓഫ് ദ ഫോളോവിംഗ് വിച്ച് ഈസ് ദ പ്രൊഡക്റ്റ് ഫോർമഡ് വെൻ സൈക്ലോഹെക്സനോൺ അണ്ടർഗോ ആൽഡിഹൈഡ് കണ്ടൻസേഷൻ ഫോളോഡ് ബൈ ഹീറ്റിംഗ്. അപ്പോൾ നിങ്ങൾ നല്ല ചോദ്യമാണ്, വളരെ ഇമ്പോർട്ടൻറ്റ്, നീറ്റിന് ചോദിച്ച അല്ലെങ്കിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ടൈപ്പ് ഓഫ് ചോദ്യങ്ങളാണിത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കണം. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, നല്ല ചോദ്യമാണ്, നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. നല്ല ചോദ്യമാണ്. ഓക്കെ, നമുക്ക് എങ്ങനെ ആൻസർ ചെയ്യാൻ പറ്റാം? യെസ്, നമുക്ക് സിമ്പിളായി ചെയ്യാം. നോക്കിയാൽ മക്കളെ, സൈക്ലോഹെക്സനോൺ ആൽഡിഹൈഡ് കണ്ടൻസേഷൻ വിധേയമായി എന്നാ പറയുക. സൈക്ലോഹെക്സനോൺ ആദ്യം വരയ്ക്കാം. സൈക്ലോഹെക്സനോൺ. ഓക്കെ, നമ്മൾ സൈക്ലോഹെക്സനോൺ വരയ്ക്കുന്നു. ഇതാണ് സൈക്ലോഹെക്സനോൺ. റെഡി. ആൽഡിഹൈഡ് കണ്ടൻസേഷൻ വിധേയമാവുകയാണ്. സോ നമ്മൾ എന്ത് ചെയ്യണം? ആ രൂപത്തിൽ വേണം എന്ത് ചെയ്യാൻ? 2 മോളിക്യൂൾ എടുക്കണം, 2 മോളിക്യൂൾസ് എടുക്കണം സൈക്ലോഹെക്സനോണിന്റെ. അപ്പോൾ ഒരു നോർമൽ മോളിക്യൂൾ, ഒരു ഫസ്റ്റ് മോളിക്യൂൾ എടുക്കുന്നു, അതിന്റെ ഓക്സിജൻ എന്ത് ചെയ്യാം? അടുത്ത പിന്നെ നമ്മുടെ സൈക്ലോഹെക്സനോണിന്റെ ആൽഫ ഹൈഡ്രജനുമായിട്ട് മുട്ടിക്കുന്ന രൂപത്തിൽ വേണം നമ്മൾ വരയ്ക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ മാത്രമേ നമുക്ക് അതിനനുസരിച്ച് പ്രൊഡക്റ്റ് കിട്ടത്തുള്ളൂ. സോ നമ്മൾ എന്ത് ചെയ്യാണ്? അടുത്ത ഒരു മോളിക്യൂളിന്റെ ആൽഫ ഹൈഡ്രജൻ ഇവിടെ ഉണ്ട്. ആൽഫ ഹൈഡ്രജൻ 1, ആൽഫ ഹൈഡ്രജൻ 2. തൊട്ടടുത്ത് ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇവിടെ വരച്ചു. പിന്നെ എന്ത് ചെയ്യണം? ഈ പറഞ്ഞ പോലെ എന്ത് ചെയ്യണം മക്കളെ? ഈ പറഞ്ഞ പോലെ നമ്മുടെ H2O റിമൂവ് ചെയ്യണം. H2O റിമൂവ് ചെയ്യണ്ടേ? യെസ്, ഹീറ്റ് ചെയ്യുമ്പോൾ H2O റിമൂവ് ചെയ്യും. അപ്പം ഇവിടെ എന്ത് ചെയ്യും? റിമൂവ് ചെയ്യും. H2O പുറത്തോട്ട് പോയി. അപ്പം ബാക്കി ആരുണ്ടോ മക്കളെ? ബാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ H2O റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ആളെ നമുക്ക് നേരെ ക്ലബ് ചെയ്താൽ മതി. സോ എന്തൊക്കെ ആൻസർ ഉണ്ടാവുക? നോക്കണം, എല്ലാവരും നോക്കണേ. ആൻസർ എന്തായിരിക്കും ഉണ്ടാവുക? നോക്കൂ. ആൻസർ ഞാൻ ഇവിടെ സൈഡിലേക്ക് വരയ്ക്കുകയാണ്. നേരെ ക്ലബ് ചെയ്താൽ മതി. വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. വളരെ സിമ്പിൾ ആണ് കാര്യങ്ങൾ. ഇതാണ് കിട്ടിയ ആൻസർ. ആൻസർ അങ്ങനെ ഓപ്ഷൻ ഉണ്ടോ? യെസ്, ഓപ്ഷൻ എ. ഓപ്ഷൻ എ ആണ് ആൻസർ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതാണ് ആൽഡിഹൈഡ് കണ്ടൻസേഷനുമായി അപ്ലിക്കേഷൻ ലെവൽ ചോദ്യങ്ങൾ. സിമ്പിൾ ആണ് കാര്യങ്ങൾ, എല്ലാവരും ചെയ്യണം. ഓക്കെ, ആരും എന്ത് ചെയ്യരുത്? പേടിച്ച് പോകരുത്. സ്ട്രക്ചർ കണ്ട് പേടിക്കരുത്. വളരെ സിമ്പിൾ ആണ് കാര്യങ്ങൾ. നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് ചോദിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഈസ് ഓഫ് ന്യൂക്ലിയോഫിൽ അഡീഷൻ ഇൻ ദ ഗിവൺ കോമ്പൗണ്ട് ഈസ് എന്നാണ് ചോദ്യം. അത് നല്ല ചോദ്യമാണ്, വളരെ നല്ല ചോദ്യമാണ് ഈ കൊടുത്തിരിക്കുന്നത്. വളരെ നല്ല ചോദ്യം. ഓക്കെ, അപ്പം നല്ല ചോദ്യമാണ്. അതായത് ന്യൂക്ലിയോഫിലിക് അഡീഷൻ ഇൻ ദ കോമ്പൗണ്ട് ഈസ്. അപ്പോൾ എത്ര പെട്ടെന്ന് ന്യൂക്ലിയോഫിലിക് അഡീഷന് ഉള്ള വേഗത അല്ലെങ്കിൽ അതുമായിട്ട് വന്ന റിയാക്ഷൻ റിയാക്റ്റീവ് ഏതെന്നാണ് ചോദ്യം. നമ്മൾ മനസ്സിലാക്കേണ്ട ഫസ്റ്റ് പോയിന്റ് ഇവിടെ ഞാൻ ഈ തരാം. ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്
അരോമാറ്റിക് ആൽഡിഹൈഡും അലിഫാറ്റിക് ആൽഡിഹൈഡും തമ്മിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അരോമാറ്റിക് ആൽഡിഹൈഡോ കീറ്റോണോ അല്ലെങ്കിൽ അലിഫാറ്റിക് ആൽഡിഹൈഡോ കീറ്റോണോ നമ്മൾ നോക്കുകയാണെങ്കിൽ ആരാണ് മോർ റിയാക്റ്റീവ്? ഷുഡ് ബി എന്താണ്? അലിഫാറ്റിക് ആൽഡിഹൈഡ് ആണ് മോർ റിയാക്റ്റീവ്. ആണ് മോർ റിയാക്റ്റീവ്. അരോമാറ്റിക് ആൽഡിഹൈഡിനേക്കാൾ മോർ ആയിട്ട് അലിഫാറ്റിക്. കാരണം എന്താ? കാരണം എന്ന് വെച്ചാൽ ഇപ്പം ഫോർ എന്തിനു വേണ്ടിയിട്ട് ന്യൂക്ലിയോഫിൽ അഡീഷൻ റിയാക്ഷനുമായിട്ട് ഇപ്പൊ ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷനുമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അലിഫാറ്റിക് ആൽഡിഹൈഡ് ഇസ് മോർ റിയാക്റ്റീവ് ദാൻ അരോമാറ്റിക്. ബിക്കോസ് അരോമാറ്റിക് ആൽഡിഹൈഡ് എന്തുണ്ട്? അവിടെ എന്തുണ്ട്? പ്ലസ് ആർ ഇഫക്ട് ഉണ്ട്. പ്ലസ് ആർ ഇഫക്ട് അത് റിങ്ങിന്റെ ബെൻസിൻ റിങ്ങിന് പ്ലസ് ആർ ഇഫക്ട് ഉണ്ടായതുകൊണ്ട് തന്നെ അതെന്താണ് ഈ അരോമാറ്റിക് ആൽഡിഹൈഡ് കീറ്റോൺ എന്താണ് ലെസ് റിയാക്റ്റീവ് ദാൻ അലിഫാറ്റിക് ആൽഡിഹൈഡ് കീറ്റോൺസ്. അപ്പൊ അരോമാറ്റിക് ആൽഡിഹൈഡ് കീറ്റോൺ ഇസ് ലെസ് റിയാക്റ്റീവ് ദാൻ അലിഫാറ്റിക് ആൽഡിഹൈഡ് കീറ്റോൺ ബിക്കോസ് പ്ലസ് ആർ ഇഫക്ട് ഓഫ് ബെൻസിൻ റിംഗ്. ബെൻസിൻ റിംഗ് പ്ലസ് ആർ ഇഫക്ട് കാണിക്കുന്നതുകൊണ്ട് തന്നെ ന്യൂക്ലിയോഫിൽ അഡീഷൻ എന്തല്ല അത് വളരെ എന്തല്ല റിയാക്ടിവിറ്റി കുറവാണ് അരോമാറ്റിക്കിന്. അപ്പൊ അരോമാറ്റിക്കിന് എന്തായാലും ലീസ്റ്റ് ആയിരിക്കും. ഇവന് ലീസ്റ്റ് ഇവന് മൂന്നാമത്താണെന്ന് മനസ്സിലായി കഴിഞ്ഞു. ഇവന് മൂന്നാമത്തെ തന്നെ. പിന്നെ ഇതെന്താണ് എന്താണ് ആൽഡിഹൈഡും ഉണ്ട് കീറ്റോണും ഉണ്ട്. ആൽഡിഹൈഡ് ആണ് കീറ്റോൺ ആണ് മോർ റിയാക്റ്റീവ്. അത് ആൽഡിഹൈഡ് ഞാൻ ഓൾറെഡി പഠിപ്പിച്ച എന്ത് കാരണം ആൽഡിഹൈഡിൽ എന്താണ് ഈ പറഞ്ഞത് പ്ലസ് ഗ്രൂപ്പിലെ പ്ലസ് ചാർജ് എന്താണ് കുറവാണ് കമ്പാരിറ്റീവ്ലി. അതായത് പ്ലസ് ചാർജിന്റെ അളവ് കൂടുതലാണ്. ഇപ്പൊ നമുക്ക് പറയുകയാണെങ്കിൽ പ്ലസ് ഐ ഗ്രൂപ്പുകൾ എന്താണ് ഒന്ന് CH3 ഗ്രൂപ്പ് മറ്റേത് ഹൈഡ്രജൻ ഗ്രൂപ്പ് ആയിരിക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും പിന്നെ ആൽക്കൈൽ ഗ്രൂപ്പിന്റെ എണ്ണം കുറവാണ് ആൽഡിഹൈഡിൽ. കീറ്റോണിലാണെങ്കിൽ രണ്ടും ആൽക്കൈൽ ഗ്രൂപ്പുകളാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് കൂടുതൽ ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യുകയും അതിന്റെ കാർബണിന്റെ പോസിറ്റീവ് ചാർജ് എന്ത് ചെയ്യും കുറയുകയും ചെയ്യും. അപ്പോൾ കാർബൺ പോസിറ്റീവ് ചാർജ് കുറയുമ്പോൾ എന്ത് ചെയ്യും സ്വാഭാവികമായിട്ടും അത് ലെസ് റിയാക്റ്റീവ് ആകും. ആൽഡിഹൈഡ് എന്താണ് മോർ പോസിറ്റീവ് ചാർജ് ആണ്, അതുകൊണ്ട് മോർ റിയാക്റ്റീവ് ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. സോ ആൽഡിഹൈഡ് ഇസ് മോർ റിയാക്റ്റീവ് ദാൻ എന്താണ് കാർബോക്സിലിക് കീറ്റോൺ. അതുകൊണ്ട് തന്നെ ആൽഡിഹൈഡും കീറ്റോണും നോക്കുമ്പോൾ ആൽഡിഹൈഡ് ഇസ് മോർ റിയാക്റ്റീവ്. സോ രണ്ടാണ് അതിനേക്കാണ് കൂടുതൽ. പിന്നെ നമ്മൾ അലിഫാറ്റിക് അരോമാറ്റിക് നോക്കുകയാണെങ്കിൽ അരോമാറ്റിക് ഇസ് ലെസ് റിയാക്റ്റീവ്. സോ സ്വാഭാവികമായിട്ടും എന്താണ് 1 ആണ് ഏറ്റവും കുറവുണ്ടാവുക. സോ 2, 3, 1 ഓപ്ഷൻ നോക്കിക്കേ. 2, 3, 1 ഇതാണ് ആൻസർ. കോൺസെപ്റ്റ് മനസ്സിലായി എന്ന് വിചാരിക്കും. അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം നോക്കാം. നിങ്ങൾ ഓക്കെ അല്ലേ? നിങ്ങൾ ഓക്കെ അല്ലേടാ? യെസ്. ദ ഫ്ലോവിംഗ് കൺവേർഷൻ നമുക്കൊക്കെ നല്ല ചോദ്യമാണ്. നല്ല ചോദ്യം, സിമ്പിൾ ചോദ്യമാണ്. ഫ്ലോവിംഗ് കൺവേർഷൻ എന്താണ്? CH3CHO ആൻഡ് CH3CHO ആണ്. ഡയലൂട്ട് NaOH ആൻഡ് യെസ് ഒരു പ്രൊഡക്റ്റ് കിട്ടുന്നു. ഇത് ഏതാണ് ആൻസർ മക്കളെ? നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ആൽഫാഡിന് ഉണ്ടോ ഇല്ലയോ നോക്കാം നിങ്ങൾ ആദ്യം. ഫസ്റ്റ് ഓഫ് ഓൾ ആൽഫാഡിന് ഉണ്ട് എങ്കിൽ ഇപ്പൊ കനിസാരോ ആണെങ്കിൽ എന്താണ് ഒരാൾ അതിന് ഓക്സൈസ് പ്രൊഡക്റ്റ് മറ്റാൾ അതിന്റെ റെഡ്യൂസ്ഡ് പ്രൊഡക്റ്റ് കിട്ടിയിട്ട് ഒരു കറസ്പോണ്ടിങ് ആസിഡ് ആൻഡ് ആൽക്കോൾ ആണ് തരിക. ഇവിടെ നിങ്ങൾ നോക്കണം CH3CH എന്ന് പറഞ്ഞാൽ കീറ്റോൺ ആണ്. ഡയലൂട്ട് അക്വസ് NaOH റിയാക്ട് ചെയ്യുന്നത്. അപ്പം അസറ്റോൺ എന്തുണ്ട്? അസറ്റോൺ എന്ന് പറയുമ്പോൾ അവിടെ സ്വാഭാവികമായിട്ട് ആൽഫ ഹൈഡ്രജൻ ഉണ്ട്. അപ്പൊ എന്താണ് ആൽഡോൾ കണ്ടൻസേഷൻ. നോ ഡൗട്ട് അബൌട്ട് ദാറ്റ്. ആൽഡോൾ കണ്ടൻസേഷൻ സിമ്പിൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അസറ്റോൺ റിയാക്ട് വിത്ത് ഗ്രീനാർഡ് റിയേജന്റ് ടു ഫോം. മക്കൾ അസറ്റോൺ എന്ന് പറഞ്ഞാൽ എന്താടാ? അസറ്റോൺ എന്ന് പറഞ്ഞാൽ കീറ്റോൺ അല്ലേടാ? കീറ്റോൺ ഗ്രീനാർഡ് റിയേജന്റ് ആയിട്ട് എന്താ ഉണ്ടാവുക? ടെർഷ്യറി ആൽക്കോൾ ഉണ്ടാവുക. ടെർഷ്യറി ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. അതായത് മക്കൾ ഓൾറെഡി നമ്മൾ ആൽക്കോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. അതായത് മക്കളെ ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ ഫോർമാൽഡിഹൈഡ് ആണെങ്കിൽ ഗ്രീനാർഡ് റിയേജന്റ് റിയേറ്റ് ചെയ്ത് എന്താ പ്രൈമറി ആൽക്കോൾ ഉണ്ടാവും. അതർ ആൽഡിഹൈഡ് ആണെങ്കിൽ ഗ്രീനാർഡ് റിയേജന്റ് റിയേറ്റ് ചെയ്ത് എന്താണ് അതർ ആൽഡിഹൈഡ് ഗ്രീനാർഡ് റിയേജന്റ് റിയേറ്റ് ചെയ്യുമ്പോൾ സെക്കൻഡറി ആൽക്കോൾ ഉണ്ടാവും. ഇനി കീറ്റോൺ ആണെങ്കിൽ ഗ്രീനാർഡ് റിയേജന്റ് റിയേറ്റ് ചെയ്യുന്നത് ഉണ്ടാവുക ടെർഷ്യറി ആൽക്കോൾ. നമ്മൾ ഓൾറെഡി പഠിപ്പിച്ച റെഡിമെയ്ഡ് സാധനം അതങ്ങ് പഠിച്ചതിന് ആൻസർ കിട്ടി. സിമ്പിൾ ചോദ്യം. ഓക്കെ, ടെർഷ്യറി ആൽക്കോൾ എന്നുള്ള ആൻസർ ചെയ്തു. സിമ്പിൾ അല്ലേടാ? വെരി സിമ്പിൾ, വെരി സിമ്പിൾ. ഓക്കെ, ഇനി അടുത്തത് ഇൻ വോഫ്-കിഷർ റിഡക്ഷൻ ദ കാർബണൽ ഗ്രൂപ്പ് ഓഫ് ആൽഡിഹൈഡ് ആൻഡ് കീറ്റോൺസ് ഈസ് കൺവേർട്ടഡ് ഇൻടു. വളരെ സിമ്പിൾ ആയിരുന്നു, പഠിപ്പിച്ചതാണത്. വോഫ്-കിഷർ റിഡക്ഷൻ എന്താ മക്കളെ? എന്തേ മാറും? CH2 ആയിട്ട് മാറും. ഇല്ല മക്കളെ, വോഫ്-കിഷർ റിഡക്ഷൻ ആരാണ് ഇവിടുത്തെ റിയേജന്റ്? ആരൊക്കെയായിരുന്നു? ഹൈഡ്രസീനും KOH അല്ലെ? ഹൈഡ്രസീനും KOH ഗ്ലൈക്കോളും വേണം അല്ലെ? ഹൈഡ്രസീനും KOH ഗ്ലൈക്കോളും വേണം അല്ലെ? അപ്പൊ എന്തുണ്ടാവും? ഹൈഡ്രോ കാർബൺ ഉണ്ടാവും. യെസ്, ആൻസർ വിൽ ബി എന്താണ്? ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി അല്ലേടാ? സിമ്പിൾ അല്ലേ? സിമ്പിൾ, വെരി സിമ്പിൾ, വെരി സിമ്പിൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇറ്റ് ഡസ് നോട്ട് ഗീവ് കനിസാര റിയാക്ഷൻ. കനിസാര റിയാക്ഷൻ തരുന്നവൻ ആരാ? കനിസാര റിയാക്ഷൻ തരുന്നത് ആരാ വെച്ചാൽ ആൽഫ ഹൈഡ്രജൻ ഇല്ലാത്തവനാണ്. അപ്പൊ ആൽഫ ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ അതെന്താ കനിസാര തരത്തില്ല. അപ്പൊ ആൽഫ ഹൈഡ്രജൻ ഉള്ള ആളെ കണ്ടുപിടിച്ചാൽ പോരെ. ഫോർമാൽഡിഹൈഡ് ഞാൻ ഫംഗ്ഷണൽ ഗ്രൂപ്പ് ഇത് അറ്റാച്ച് ആൽഫ കാർബൺ ഉണ്ടോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് ആൽഫ ഹൈഡ്രജൻ ഇല്ല. അപ്പൊ ഇത് കനിസാര തരും. ഇത് കനിസാര തരും. അപ്പൊ ഓപ്ഷൻ എന്താണ്? എ അല്ല ഉത്തരം. അപ്പൊ ഇത് ഓക്കെ ആണ്, കനിസാര തരുന്നവനാണ്. രണ്ടാമത്തെ ഓപ്ഷൻ നോക്കിയേ. CCH/C ഡബിൾ ബോണ്ട് O CH. ഇവിടെ നിങ്ങൾ എന്താ ഫംഗ്ഷണൽ ഗ്രൂപ്പ് ഇതാണ് ഫംഗ്ഷണൽ ഗ്രൂപ്പ്. ഫംഗ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ഏതാണെന്ന് നോക്കി കഴിഞ്ഞാൽ ഓക്കെ ഇതാണ് ഫംഗ്ഷണൽ ഗ്രൂപ്പ്. ഇത് ഫംഗ്ഷണൽ ഗ്രൂപ്പ് ആണ്. ഫംഗ്ഷൻ പറ്റിയ കാർബൺ ഇതാണ്. ഈ കാർബൺ എന്തില്ല? ആൽഫ ഹൈഡ്രജൻ ഇല്ല. സോ ഒന്നുമില്ല. ഇത് ഹൈഡ്രജൻ ഇല്ലാത്തതുകൊണ്ട് അതും എന്തില്ല? കനിസാര തരും. കനിസാര തരുന്നവനാണ്. ഇനി നോക്കി ഇതാണ് ഫംഗ്ഷൻ ഗ്രൂപ്പ് അറ്റാച്ചിരിക്കുന്ന ഫംഗ്ഷൻ ഗ്രൂപ്പ് അറ്റാച്ചിരിക്കുന്ന കാർബൺ ഇതാണ്. ഇത് ആൽഫ ഹൈഡ്രജൻ ഇല്ല. അതും എന്തില്ല? കനിസാര തരുന്നവനാണ്. നോക്കി ഇതാണ് ഫംഗ്ഷൻ ഗ്രൂപ്പ്. ഫംഗ്ഷൻ ഗ്രൂപ്പ് അറ്റാച്ചിരിക്കുന്ന കാർബൺ ഇതാണ്. ഇവിടെ ആൽഫ ഹൈഡ്രജൻ ഉണ്ട്. സോ അതുകൊണ്ട് കനിസാര തരത്തില്ല. ആൽഡോൾ ആണ് തരിക. സോ ആൻസർ വിൽ ബി ഓപ്ഷൻ ഡി.
ഓപ്ഷൻ ഡി ആണ് ആൻസർ ഉണ്ടാവുക. ഓക്കെ അല്ലേ മക്കളെ, മനസ്സിലാവുന്നില്ലേ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഓഫ് ദ ഫോളോവിംഗ് റിയാക്ഷൻ ന്യൂ കാർബൺ കാർബൺ ബോണ്ട് ഈസ് നോട്ട് ഫോംഡ് എന്നാണ് ചോദ്യം. പുതിയ കാർബൺ കാർബൺ ബോണ്ട് ഫോം ചെയ്യാത്ത ഏതെന്നാണ് ചോദ്യം. ഓക്കെ അല്ലേ, പുതിയ കാർബൺ കാർബൺ ബോണ്ട് ഫോം ചെയ്യാത്തത്. നിങ്ങൾക്കറിയാം ആൾഡോയിൽ കണ്ടൻസേഷൻ ആണെങ്കിൽ എന്താണ് കാർബൺ കാർബൺ ബോണ്ട് ഫോം ചെയ്യുന്നത്, ഒരു ആൾഡോയിൽ മറ്റൊരു ആൾഡോയിൽ കൂടി ചേർന്ന് എന്ത് ചെയ്യുന്നുണ്ട്, അതായത് നമുക്കൊരു ആൽഡിഹൈഡും മറ്റൊരു ആൽഡിഹൈഡും കൂടി ചേർന്ന് കണ്ടൻസ് ചെയ്യുന്നുണ്ട് അല്ലേ. അതേപോലെ തന്നെ നമ്മളിപ്പം കനിസാരം ആണെങ്കിൽ സംഭവിക്കുന്നത് ആ ഒരു മോളിക്കൂൾ ഓക്സിഡൈസ് ചെയ്യുകയും മറ്റേ മോൾ റെഡ്യൂസ് ചെയ്യുകയും ചെയ്യുക ചെയ്യുന്നത്. കാരണം എന്തില്ല, കണ്ടൻസേഷൻ ബോണ്ട് ഫോംസ് നടക്കുന്നില്ല. അപ്പം ഉറപ്പായും നമ്മൾ മനസ്സിലാക്കും കനിസാര റിയാക്ഷൻ ആണെന്നുള്ളത്. വുഡ്സ് റിയാക്ഷൻ ആണ് അതുപോലെ തന്നെയാണ്. വുഡ്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, സോഡിയം മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്യുകയാണ് അല്ലേ. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ ഹൈഡ്രോ കാർബൺസിൽ പഠിച്ചിട്ടുണ്ട് വുഡ്സ് റിയാക്ഷൻ, ഫോർമേഷൻ ഓഫ് ആൽക്കെയിൻസ് അവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇപ്പൊ CH3Cl അല്ലേ, എൻ എയുമായിട്ട് സോഡിയം മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. CH3Cl ഒക്കെ എന്ത് ചെയ്യുന്നു, അപ്പം NaCl പുറത്തോട്ട് പോകുന്നു. എന്ത് ചെയ്യും, രണ്ട് മോളിക്കൂൾ എടുക്കും, അപ്പം CH3 കിട്ടും. അവിടെ ബോണ്ട് ഫോർമേഷൻ നടക്കും അല്ലേ. അതൊക്കെ വുഡ്സ് ഫ്രീഡൽ ക്രാഫ്റ്റ് റിയാക്ഷൻ ഒക്കെ എന്താണ് ഇതേപോലെ തന്നെ ബോണ്ട് ഫോർമേഷൻ നടക്കുന്നുണ്ട്. പക്ഷേ കനിസാരൻ ബോണ്ട് ഫോർമേഷൻ ഇല്ല. സോ ആൻസർ വിൽ ബി കനിസാരോ റിയാക്ഷൻ. മനസ്സിലായി മക്കളെ? മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രൊപ്പനാൽ ഓൺ റിയാക്ഷൻ വിത്ത് ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡ് ഗിവ്സ്. പ്രൊപ്പനാൽ എന്ന് പറഞ്ഞാൽ എന്താണ്, അത് ആൽഡിഹൈഡാ. ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡ് എന്താ, റെഡ്യൂസിങ് ഏജന്റാ. ഞാൻ കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, ഓൾറെഡി സിമ്പിൾ ആയിട്ട് പഠിപ്പിച്ചതാണ്. ഈ ആൽഡിഹൈഡ് റെഡ്യൂസിങ് ഏജന്റുമായിട്ട് പോവാണ്, റിഡക്ഷൻ നടത്തുന്നതിന് ആൽഡിഹൈഡ് എന്താവുക പഠിപ്പിച്ചിട്ടുണ്ട്. ആൽഡിഹൈഡ് എന്തായി മാറും മക്കളെ, തിരിച്ചാലോചിക്ക്, ആൽക്കഹോൾ ആവും അല്ലെ. പിന്നെ അത് ഹൈഡ്രോ കാർബൺ ആവാണ് ചെയ്യാം, അങ്ങനെ പോകും. ഓക്കെ, അപ്പൊ ആൽഡിഹൈഡ് ആൽക്കഹോൾ ആവാൻ നമ്മൾ ഉപയോഗിക്കുന്ന ആരാണ്, റെഡ്യൂസിങ് ഏജന്റ്. അപ്പൊ റെഡ്യൂസിങ് ഏജന്റ് ആണെങ്കിൽ സിമ്പിൾ നമ്മൾ ആലോചിക്കാം, പ്രൊപ്പനാൽ ആണെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രൊപ്പനോൾ ഉണ്ടോ നോക്കാം. ആൻസർ ഏതാണ്ടാവുക, 1 പ്രൊപ്പനോൾ. സിമ്പിൾ സിമ്പിൾ അല്ലേടാ, വളരെ സിമ്പിൾ ആയ കാര്യമാണ്. ഇവിടെയല്ലേ. നിങ്ങൾക്ക് നെക്സ്റ്റ് ക്വസ്റ്റ് നോക്കാലോ. അടുത്ത ചോദ്യം, CH3CHO ആൻഡ് CCH/CH2CHO ക്യാൻ ബി ഡിസ്റ്റിങ്വിഷ്ഡ് കെമിക്കലി ബൈ. നല്ല ചോദ്യമാണ്, പല കുട്ടികൾ തെറ്റിക്കാൻ ചാൻസ് ഉള്ള ചോദ്യമാണ്. നിങ്ങൾ നോട്ട് ചെയ്ത് നോക്കണം, മേ ബി നിങ്ങൾ തെറ്റിക്കാൻ ചാൻസ് ഉള്ള ചോദ്യമാണത്, നോട്ട് ചെയ്ത് നോക്കണം. ഇത് CH3CHO അല്ലേ, CH3CHO, ഇത് C6H5CH2CHO ആണ്. അപ്പൊ രണ്ടുപേർക്കും ആൽഫ ഹൈഡ്രജൻ ഉണ്ട്. അപ്പം രണ്ടുപേർക്കും ആൽഫ ഹൈഡ്രജൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ ഫൈൻ. നമ്മൾ ടൊളൻസ് എടുക്കുകയാണെങ്കിൽ അപ്പം ഓക്കെ ആൽഫ ഹൈഡ്രജൻ കാര്യങ്ങളൊക്കെ ഉണ്ട്, ഫൈൻ, മനസ്സിലായി. ദെൻ നമ്മൾ നോക്കുന്നത് ഇവിടെ ബെനഡിക്സ്, നമുക്ക് അറിയുന്ന കാര്യം ഒന്ന് ഐഡാഫോം ആണോ അല്ലെങ്കിൽ ടൊളൻസും ഫെലിങ്സും അല്ല. കാരണം എന്താ വെച്ചാൽ രണ്ടുപേരും അലിഫാറ്റിക് ആയിട്ടുള്ള ആൾക്കാരാണ്, അലിഫാറ്റിക് ഹൈഡ്രോകാർബൺസ്, അലിഫാറ്റിക്കൽ ആൽഡിഹൈഡ്സ്, അപ്പൊ അരോമാറ്റിക് അല്ല. അപ്പൊ രണ്ടുപേരും തരും, അപ്പൊ നമുക്ക് പറ്റത്തില്ല. നമ്മൾ നോക്കുകയാണ് ഐഡോഫോം ടെസ്റ്റ് എന്ന് പറയുമ്പോൾ, നമുക്ക് അറിയാൻ പറ്റും മിഥൈൽ കീറ്റോൺസ്, അല്ലെങ്കിൽ മിഥൈൽ കീറ്റോൺസ് ആയിരിക്കും, അല്ലെങ്കിൽ നമുക്ക് അറിയാൻ പറ്റുന്നത് CHCH3. ഈ ഒരു ഫോമുള്ള ആളാണെങ്കിൽ എന്ത് ചെയ്യും, നമുക്കറിയാം ഐഡോഫോം ടെസ്റ്റ് തരും എന്നുള്ളത് പോസിറ്റീവ് ആണ്. അപ്പൊ നമ്മൾ നോക്കിക്കേ, ഈ ഒരു റിയാക്ഷൻ നോക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ ഒരു കോമ്പൗണ്ട് നോക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ പറ്റും, ഇതാ ഇവിടെ CH3CHO എന്നുള്ള ഫോം, C ഡബിൾ ബോണ്ട് O. നോക്കണം, എല്ലാവരും നോക്കണേ, നോക്കാം. CH3CHO അല്ലടാ, CH3CHO. അപ്പൊ C ഡബിൾ ബോണ്ട് OH അല്ല, ഇങ്ങനെയല്ല ഉണ്ടാവുക. അപ്പൊ നമ്മൾ നോക്കിയേ, സി മിഥൈൽ കീറ്റോൺ എന്ന് പറയുമ്പോൾ എന്താണ്, CH3C ഡബിൾ ബോണ്ട് O ആണ്. അപ്പൊ ഈ ഒരു ഫോം അവിടെ ഉണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, മിഥൈൽ കീറ്റോൺ ആണ്. അതുകൊണ്ട് തന്നെ ഈ ഐഡോഫോം ടെസ്റ്റ് പോസിറ്റീവ് കാണിക്കും. പക്ഷേ ഇയാൾക്ക് എന്തില്ല, ആ ഒരു ഫോം ഇല്ലാത്തതുകൊണ്ട് ഇയാൾ കാണിക്കത്തില്ല. സോ ഇതാണ് ആൻസർ ഉണ്ടാവുക, ഐഡോഫോം ടെസ്റ്റ്. മനസ്സിലാവുന്നുണ്ടോ? അത് വളരെ നല്ല ചോദ്യമാണ്, തെറ്റിക്കരുത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടോളറൻസ് ടെസ്റ്റ് ക്യാൻ ബി യൂസ്ഡ് ടു ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ പ്രൊപ്പനാൽഡിഹൈഡ് ആൻഡ് അസറ്റോൺ. പ്രൊപ്പനാൽഡിഹൈഡ് എന്ന് പറയുന്നത് എന്താണ്, അത് ഒരു അലിഫാറ്റ് അല്ലെങ്കിൽ ആൽഡിഹൈഡ് ആണ്. ദെൻ അസറ്റോൺ എന്ന കീറ്റോൺ ആണ്. സോ ആൽഡിഹൈഡ് തരുകയും കീറ്റോൺ തരാത്തതുമായിട്ട് റിയാക്ഷൻ ഏതാണ്, ടോളറൻസും ഫില്ലിങ്സും ഒക്കെയാണ്. അപ്പോൾ ആൻസർ വിൽ ബി എന്താണ്, ആൽഡിഹൈഡ് ആൻഡ് കീറ്റോൺസ്. കറക്റ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നിങ്ങൾ മനസ്സിലാവുന്നില്ല, ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നിങ്ങൾ കോൺഫിഡൻസോട് കൂടി എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റണം, അതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഇത്. അപ്പോൾ നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, കൂടെ തന്നെ ഇരിക്കുക. ഓക്കെ, ഫോളോയിങ് റിയാക്ഷൻ യൂസ്ഡ് ടു റെഡ്യൂസ് ആൻ ആൽഡിഹൈഡ് പ്രൈമറി ആൽക്കഹോൾ. അപ്പോൾ ആൽഡിഹൈഡിനെ പ്രൈമറി ആൽക്കഹോൾ ആക്കി മാറ്റുക എന്ന് പറഞ്ഞാൽ അർത്ഥം, അവിടെ റിഡക്ഷൻ നടത്തുക എന്ന് അർത്ഥം. റിഡക്ഷൻ ആണ്, ആൽഡിഹൈഡിനെ പ്രൈമറി ആൽക്കഹോൾ ആക്കുക എന്ന് പറഞ്ഞാൽ റിഡക്ഷൻ ആണ്. റെഡ്യൂസിങ് ഏജന്റ് നോക്കിയാൽ മതി, സിമ്പിൾ അല്ലേ ആൻസർ. അപ്പോൾ ഏതൊക്കെ ആൻസർ ഉണ്ടാവുക, റെഡ്യൂസിങ് ഏജന്റ് ഇതിനകത്ത് നോക്കിയ മക്കളെ, ഏതാണ്, ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡ് ആണ്. ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡ് എടുത്താൽ മതി. കറസ്പോണ്ടിങ് ആൽഡിഹൈഡ് എന്താക്കാൻ പറ്റും, കറസ്പോണ്ടിങ് ആൽക്കഹോൾ ആക്കി മാറ്റാൻ പറ്റും. സിമ്പിൾ ആണ്. ഇനി ക്ലെമൻസൺ റിഡക്ഷൻ ഓഫ് കീറ്റോൺ ഈസ് ക്യാരിഡ് ഔട്ട് ഇൻ ദ പ്രസൻസ് ഓഫ് വിച്ച് ഓഫ് ദ ഫോളോവിങ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് മക്കളെ, ഏതാണ്, സിങ്ക് അമാൽഗം അതേപോലെ ക്ലെമൻസൺ ആണ്. അപ്പോൾ സിങ്ക് അമാൽഗം HCl ആണ് ആൻസർ ഉണ്ടാവുക, സിങ്ക് അമാൽഗം ആൻഡ് HCl. റെഡി അല്ലേ? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ആണ്, ഡയറക്റ്റ് ചോദ്യങ്ങളാണ്. ഇനി അടുത്തത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ട്രീറ്റ്മെന്റ് ഓഫ് അസറ്റാൽഡിഹൈഡ് വിത്ത് ഈഥൈൽ മഗ്നീഷ്യം ബ്രോമൈഡ് ആൻഡ് സബ്സിക്വന്റ് ഹൈഡ്രോളിസിസ് ഗീവ്സ്. നല്ല ചോദ്യമാണ് മക്കളെ. അസറ്റാൽഡിഹൈഡ് എടുക്കുക നമുക്ക്. അസറ്റാൽഡിഹൈഡ് എന്ന് പറയുമ്പോൾ CH3C ഡബിൾ ബോണ്ട് OH അസറ്റാൽഡിഹൈഡ്. ഇതിൽ നമ്മൾ ആരാഡ് ചെയ്യുന്നു മക്കളെ, നമ്മൾ ഈഥൈൽ മഗ്നീഷ്യം ബ്രോമൈഡ്, ഈഥൈൽ മഗ്നീഷ്യം C2H5
മഗ്നീഷ്യം ബ്രോമൈഡ്. ഇതാരാണ്? ഒരു ഗ്രിഗ്നാർഡ് റിയേജന്റ് ആണ്. ഗ്രിഗ്നാർഡ് റിയേജന്റ് ഇഥൈൽ മഗ്നീഷ്യം ബ്രോമൈഡ്. സോ റിയാക്ഷൻ നടക്കുമ്പോൾ നമുക്കറിയാം റിയാക്ഷൻ നടക്കുമ്പോൾ നമുക്കറിയാം എന്ത് ഈ പറഞ്ഞിരിക്കുന്ന ഇഥൈൽ മഗ്നീഷ്യം ബ്രോമൈഡ് എന്ന് പറയുമ്പോൾ ഇതാണ് ഇഥൈൽ മഗ്നീഷ്യം ബ്രോമൈഡ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഗ്രിഗ്നാർഡ് റിയേജന്റ് സ്പ്ലിറ്റ് ചെയ്യാം? C2H5 മൈനസും Mg+ ആണ്. അതേപോലെ ഇത് ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇവിടെ മൈനസും ഇവിടെ പ്ലസും ഉണ്ടാകും. സ്വാഭാവികമായിട്ടും എങ്ങനെ റിയാക്ഷൻ നടക്കുന്നുണ്ടായിരിക്കാം? ഈ ഗ്രൂപ്പ് അതായത് C2H5 എന്ത് ചെയ്യും? ഇവിടെ പോയിരിക്കും. Mg(Br) ഇവിടെ പോയിരിക്കും. എന്തൊക്കെ ആൻസർ ഉണ്ടായിരിക്കും മക്കളെ? CH3 COMgBr ഇവിടെ C2H5 ഇങ്ങനെ ഉണ്ടായിരിക്കും. റെഡിയല്ലേ? യെസ്. ഇനി നമ്മൾ എന്താണ് ഹൈഡ്രോളിസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താവുക? ഇവിടെ എന്തായി മാറും മക്കളെ? ഇവിടെ ഹൈഡ്രോളിസ് ചെയ്യുമ്പോൾ ഇവിടെ OH ആയി മാറും. എവിടെ OH ആയി മാറും? ഇവിടെ നമുക്ക് എന്ത് ചെയ്യും? OH ആയി മാറും ഹൈഡ്രോളിസ് ചെയ്യുമ്പോൾ. ഓക്കെ, ഇവിടെ ഹൈഡ്രോളിസ് ചെയ്യുമ്പോൾ OH ആയി മാറും. അപ്പോൾ എന്താ ആൻസർ ഉണ്ടാവും? CH3 CHOH C2H5 എന്ന് വെച്ചാൽ 1 2 4 കാർബൺ ഉള്ള ആൽക്കഹോൾ. രണ്ടിൽ അപ്പോൾ 2 ബ്യൂട്ടനോൾ ആയിരിക്കും ആൻസർ. 2 ബ്യൂട്ടനോൾ. റെഡിയാണോ മക്കളെ? റെഡിയാണോ? 2 ബ്യൂട്ടനോൾ. റെഡിയാണോ മക്കളെ? ആൻസർ ശരിയാണോ? എല്ലാവരും നോക്കിക്കേ. യെസ്. വളരെ സിമ്പിൾ ആയ ചോദ്യമാണത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ റിയാക്ഷൻ ദാറ്റ് ഡസ് നോട്ട് ഗിവ് എ ബെൻസോയിക് ആസിഡ് ആസ് എ മേജർ പ്രൊഡക്റ്റ് ഈസ്. ബെൻസോയിക് ആസിഡ് മേജർ പ്രൊഡക്റ്റ് അല്ലാത്ത റിയാക്ഷൻ ഏതെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നല്ല ചോദ്യമാണിത്. നിങ്ങൾ ഓരോന്ന് നോക്കണം. നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഇതിന്റെ കോൺസെപ്റ്റ് എന്താ നോക്കാം. അതായത് നമ്മളിത് K2Cr2O എന്ന് പറയുന്നത് എന്താണ്? സ്ട്രോങ് ആയിട്ടുള്ള ഓക്സിഡൈസിങ് ഏജന്റ്. സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് കിട്ടും മക്കളെ? നമുക്കറിയാം സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ആണെങ്കിൽ തന്നെ ഇയാൾ എന്ത് ചെയ്യും? ഡയറക്റ്റ് ആയിട്ട് അതായത് ഇപ്പോൾ ആൽക്കോൾ എന്ത് മാറും? ആൽഡിഹൈഡ് ആവാതെ കാർബോക്സിലിക് ആസിഡ് മാറും. സോ അത്രയും ഏത് കറസ്പോണ്ടിങ് കാർബോക്സിലിക് ആസിഡ് കിട്ടും. അപ്പം ഇതല്ല ഉത്തരം. ഇനി അടുത്തത് NaOCl H3O+. നമുക്ക് എനിക്ക് കറക്റ്റ് ആൻസർ അറിയാം. നമുക്ക് നോക്കിയാൽ ആൻസർ മനസ്സിലാവും. പക്ഷേ ഓരോ ഓപ്ഷൻ നമുക്ക് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഓരോരോ ഐഡിയകൾ കിട്ടും. NaOCl H3O+. സോഡിയം ഹൈപ്പോ ക്ലോറൈഡ് എന്ന് പറയുമ്പോൾ എന്താണത്? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതാണത്? ഹാലഫിൻ റിയാക്ഷൻ ആണ്. സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? ഇവിടെ നമുക്ക് എന്ത് കിട്ടും മക്കളെ? ഇവിടെ നമുക്ക് COOH അതേപോലെ തന്നെ CHI3 കിട്ടും. CHCl3 കിട്ടും. ക്ലോറോഫോം കിട്ടും അല്ലെ? ഹാലഫിൻ റിയാക്ഷൻ ആണ്. റെഡി? ഓക്കെ, അപ്പം സ്വാഭാവികമായിട്ടും എന്ത് COH കിട്ടും. അപ്പോൾ ഇതുമല്ല. അടുത്തത് PCC വീക്ക് ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. സ്വാഭാവികമായിട്ട് നമുക്കറിയാം ഇത് ആൽക്കോൾ എന്താവില്ല? ആൽഡിഹൈഡ് ആവത്തുള്ളൂ. എന്താവില്ല? കാർബോക്സിലിക് ആസിഡ് ആവില്ല. ഒരിക്കലും എന്ത് കിട്ടില്ല? ബെൻസോയിക് ആസിഡ് കിട്ടത്തില്ല. സോ ആൻസർ എന്താണ്? അത് നമുക്ക് ബെൻസാൽഡിഹൈഡ് കിട്ടത്തുള്ളൂ. അപ്പോൾ ആൻസർ എന്താണ്? C ആ കിട്ടാം. ഓക്കെ, അപ്പോൾ നാലാമത്തെ നോക്കാം. ഇതെന്താ? സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. സ്വാഭാവികമായിട്ട് എന്ത് നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൽക്കോൾ എന്തേ മാറും? കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആസിഡ് മാറും. സോ ആൻസർ വിൽ ബി ഓപ്ഷൻ C ആണ്. സോ PCC എന്ന് പറയുന്നത് വീക്ക് ഓക്സിഡൈസിങ് ഏജന്റ് ആയതുകൊണ്ടാണ് ഈ ഒരു ആൻസർ വരുന്നത്. നിങ്ങൾ ഓൾറെഡി ഞാൻ പഠിപ്പിച്ചാണ് ഇതൊക്കെ കൃത്യമായിട്ട് അതുമായി ബന്ധപ്പെട്ട കോൺസെപ്റ്റുകളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള കുട്ടിയാണെങ്കിൽ സുഖമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ബാക്കിയുള്ള 3 ഓപ്ഷൻ അറിയില്ലെങ്കിൽ നമുക്ക് അത് നോക്കിയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ക്വസ്റ്റ്യൻ. കാർബോക്സിലിക് ആസിഡ് ഹാവ് ഹയർ ബോയിലിംഗ് പോയിന്റ് ദാൻ ആൽഡിഹൈഡ് കീറ്റോൺസ് ആൻഡ് ഈവൻ ആൽക്കോൾ കമ്പയർ മോളിക്കുലർ മാസ്. ഇറ്റ് ഈസ് ഡ്യൂ ടു ദെയർ. എന്താ മക്കളെ ആൻസർ? ആൻസർ ഒക്കെ നമുക്ക് പറയാൻ പറ്റുമല്ലോ. കാർബോക്സിലിക് ആസിഡ് എന്താണ്? ഹയർ ബോയിലിംഗ് പോയിന്റ് ആണ്. ബാക്കിയുള്ള ആൽഡിഹൈഡും കീറ്റോൺസിനും ഈ ആൽക്കോളിനെക്കാട്ടും കൂടുതലാണ്. കാരണം ആൽക്കോൾ ഹൈഡ്രജൻ ബോണ്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതിന്റെ റീസൺ എന്തായിരിക്കും മക്കളെ? അപ്പം ഈ പറഞ്ഞിരിക്കുന്ന കാര്യം വെച്ചാൽ ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ആണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. കാരണം അവിടെ ഡൈമർ ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. ആ ഡൈമർ എക്സിസ്റ്റ് ചെയ്യുന്നത് കൊണ്ടും അവിടെ രണ്ട് ഡൈമർ ആയിട്ട് നിങ്ങൾ ഓൾറെഡി പഠിച്ചായിരിക്കും. പറഞ്ഞാൽ നിങ്ങളോട് CH3 ഇപ്പോൾ CH3 C ഡബിൾ ബോണ്ട് OH അതേപോലെ അടുത്ത CH3 C ഡബിൾ ബോണ്ട് OH ഇവർ തമ്മിൽ എന്ത് ഡൈമർ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന കാര്യമൊക്കെ പറഞ്ഞാണ്. അപ്പോൾ ഇവർ തമ്മിൽ ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ആണ്. ഇതൊരു ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ രണ്ട് ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടാകും. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണത്? അത് വളരെ അധികം എന്താണ് പറയാം ഭയങ്കര ബോയിലിംഗ് പോയിന്റ് ആയിരിക്കും. പറഞ്ഞ കാര്യമാണ്. നെക്സ്റ്റ് ചോദ്യം എന്ന് പറയുന്നത് മക്കളെ, റിയാക്ടിവിറ്റി ഓഫ് ആസിഡ് ഡെറിവേറ്റ് ടുവേർഡ്സ് അസൈൽ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ഇത് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യമാണ്. റിയാക്ടിവിറ്റി എന്ന് പറയുന്നത് അത് നമ്മൾ ഓർഡർ എന്ന് പറയുന്നത് മക്കളെ ഏറ്റവും ഓർഡർ വരുന്നത് ആസിഡ് ക്ലോറൈൻ ഇസ് മോർ റിയാക്റ്റീവ്. അതൊക്കെ അൺഹൈഡ്രേറ്റുകളാണ്. ഇതൊക്കെ എന്താണ്? ആസിഡ് ഡെറിവേറ്റീവുകളാണ്. ഈ ആസിഡ് ഡെറിവേറ്റീവുകൾ ഓർഡർ പറയുകയാണെങ്കിൽ അസൈൽ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷന്റെ ഓർഡർ പറയുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് RCOCl ആണ് ഏറ്റവും, അതായത് ആസിഡ് ക്ലോറൈൻ ആണ് ഏറ്റവും കൂടുതൽ റിയാക്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ആരാണ്? അൺഹൈഡ്രേറ്റ് ആണ്. നമ്മൾ കാണാതെ പഠിച്ചാൽ മതി. അൺഹൈഡ്രേറ്റ് ആണ്. പിന്നെ വരുന്നതാണ് ഏത് മക്കളെ? എസ്റ്റർ ആണ്. പിന്നെ വരുന്നതാണ് അമൈഡ് ആണ്. അപ്പോൾ അങ്ങനത്തെ ഓപ്ഷൻ വരുന്നതാണ് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ്. ഒന്ന് ഡാറ്റ പഠിച്ചു വെച്ചാൽ മതി. മേജർ പ്രൊഡക്റ്റ് ഓഫ് ദ ഫോളോയിങ് റിയാക്ഷൻ ഈസ് എന്നാണ് ചോദ്യം. ഇത് നമ്മൾ കൃത്യമായിട്ട് ഇവിടെ പഠിക്കുന്ന അമൈൻസ് ചാപ്റ്റർ പഠിക്കുന്നുണ്ട്. ഇത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് മേജർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ് മക്കളെ? നമുക്കറിയാം. നമുക്കറിയുന്ന ഒരു കാര്യമാണിത്. അമൈൻസ് പഠിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ ഇത് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് അവസാനം കിട്ടുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു സ്താലിമൈഡ് കിട്ടും. സ്താലിമൈഡ്, ഗബ്രിയൽ സ്താലിമൈഡ് സിന്തസിസ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. സ്താലിമൈഡ് ഭാഗത്ത് കിട്ടുന്ന ഒരു സംഭവമാണിത്. അപ്പോൾ ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ C ആണ് ഉണ്ടാവുക. ഓപ്ഷൻ C ആണ് ആൻസർ ഉണ്ടായിരിക്കുക. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അമൈൻസ് പഠിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഒന്നുകൂടി ഒന്ന് ക്ലിയർ ആക്കാൻ മതി. ഓക്കെ അല്ലേ? നെക്സ്റ്റ്
ക്വസ്റ്റ്യൻ കൺസിഡർ ദ ഫോളോവിങ് സെറ്റ് ഓഫ് റിയാക്ഷൻ. ഇത് നല്ലൊരു ചോദ്യമാണ്. വെരി വെരി ഗുഡ് ക്വസ്റ്റ്യൻ. നല്ല ചോദ്യമാണ്. നിങ്ങൾ കൃത്യമായി എന്തായാലും പഠിക്കണം. അടിപൊളി ചോദ്യമാണിത്. എന്തായാലും നിങ്ങൾ പഠിക്കേണ്ട ഒരു ചോദ്യമാണ്. എല്ലാവരും എന്റെ കൂടെ ഇരിക്കണം. സ്കിപ്പ് ചെയ്യരുത്. ഇത് നല്ല ചോദ്യമാണ്. നോക്ക് മക്കളെ, CH3COHും SOCl2മായി റിയാക്ട് ചെയ്ത് എന്താ ഉണ്ടാവുക? CH3COH SO2 ഞാൻ നിങ്ങൾ പഠിപ്പിച്ചാണ്. അസറ്റിക് ആസിഡ് PCl3 PCl5 ഒക്കെ ആകുമ്പോൾ അവിടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്ലോറിൻ എന്ത് ചെയ്യും? OH മാറ്റി ക്ലോറിൻ കയറിയിരിക്കും. അപ്പോൾ ഇവിടെ ക്ലോറിൻ കയറിയിരിക്കും. അപ്പോൾ എന്താ ആൻസർ ഉണ്ടാവുക? CH3A എന്ന് പറഞ്ഞാൽ CH3COCl. പിന്നെ ബെൻസീനും അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡ്. ബെൻസീനും ഉണ്ട്. ബെൻസീൻ എന്ന് പറയുമ്പോൾ ആരാണ്? ബെൻസീൻ കാണിച്ചു തരാം. ബെൻസീൻ ഉണ്ട്. അതേപോലെ തന്നെ അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡും. അപ്പം സ്വാഭാവികമായിട്ടും എന്ത് മനസ്സിലായി നിങ്ങൾക്ക്? ഫ്രീഡൽ ക്രാഫ്റ്റ് റിയാക്ഷൻ, അസൈലേഷൻ റിയാക്ഷൻ. കാരണം അസൈലേഷൻ റിയാക്ഷൻ. അപ്പോൾ CH3CO അവിടെ കയറിയിരിക്കും. നിങ്ങൾക്ക് എന്ത് ആൻസർ കിട്ടും? ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരായിരിക്കും മക്കളെ? ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ COCl3. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ മക്കൾ എന്താ? നമ്മൾ നോക്കിക്കേ എല്ലാവരും. നമുക്ക് എന്ത് കിട്ടി? ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി? അസറ്റോഫിനോൺ കിട്ടി. ഈ അസറ്റോഫിനോൺ നമ്മൾ ബി എന്ന് പറയുന്നത്. ബി അസറ്റോഫിനോൺ ആണ്. സോ ഇതാണ് അസറ്റോഫിനോൺ എന്ന് പറയുന്നത്. അസറ്റോഫിനോൺ. ഓക്കെ, C ഡബിൾ ബോണ്ട് CH3. ഈ അസറ്റോഫിനോൺ നമ്മൾ ആഡ് ചെയ്യുന്നു? HCN ആഡ് ചെയ്യുന്നു. HCN എന്ന് പറഞ്ഞാൽ ആരാ മക്കളെ? ന്യൂക്ലിയോഫിൽ അഡീഷൻ റിയാക്ഷൻ. നമുക്കറിയാം കാർബണിൽ കോമ്പൗണ്ടിലേക്ക് നമ്മൾ HCN ആഡ് ചെയ്യാന്ന് പറയുമ്പോൾ ഇവിടെ H+ഉം CN- ആയിട്ടാണ് ഉണ്ടാവുക. ബ്രേക്ക് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യും? ഇവിടെ എന്ത് ചെയ്യും? സ്വാഭാവിക ബോണ്ട് ബ്രേക്ക് ചെയ്തതിന് ഇവിടെ മൈനസും പ്ലസും ആവും. അപ്പൊ എന്ത് ചെയ്യും മക്കളെ? ഈ H+CN- ഇവിടെ കയറിയിരിക്കും. അതേപോലെ H+ ഇവിടെ കയറിയിരിക്കും. അപ്പൊ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്തായിരിക്കും? നമുക്ക് കിട്ടുന്നത് ഇങ്ങനെ ആയിരിക്കും മക്കളെ. ബെൻസീൻ റിംഗ്, അതേപോലെ COH CN CH3. റെഡിയല്ലേ മക്കളെ? ഇന്ന് സംഭവിക്കാൻ പോകുന്നത്, ഇനി നമുക്കറിയാം ഈ ഇതിലേക്ക് വെള്ളം ഒഴിക്കുകയാണെങ്കിൽ എവിടെ CN കാണുന്ന അവിടെ എന്താവും? COH ആയി മാറും. സോ ആൻസർ എന്താ ഉണ്ടാവുക? ആൻസർ ബെൻസീൻ റിംഗ് ഉണ്ടാവും. ഒരു കാർബണാറ്റം ഉണ്ടാകും. ആ കാർബണത്തിൽ ഒരു എൻഡിൽ OH ഉണ്ടാവും, മറ്റേ COH ഉണ്ടാവും. പിന്നെ അതേപോലെ ഒരു എൻഡിൽ CN ഉണ്ടാവും. ഒരു CH3 ഉണ്ടാവും. അങ്ങനെ ഓപ്ഷൻ നോക്കിയാൽ മതി. അപ്പോൾ കാർബണിന്റെ 4 വാലൻസികൾ ഒന്ന് ബെൻസീൻ റിംഗ് ആയിരിക്കും. മറ്റൊന്നാണ് OH ഉണ്ടാവും, പിന്നെ COH ഉണ്ടാവും, CH3 ഉണ്ടാവും. അങ്ങനെ ഓപ്ഷൻ നോക്കിയേ. ഓപ്ഷൻ ഏതാണ്? OH COH CH3. ഓപ്ഷൻ എ ആണ് ആൻസർ. നല്ല ചോദ്യമാണ്. അപ്പൊ വളരെ സിമ്പിൾ ആണ്. ഒന്നും പറയാം. ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്? അസറ്റിക് ആസിഡ് എടുക്കുന്നു. അസറ്റിക് ആസിഡിലേക്ക് അത് SOCl ആഡ് ചെയ്യുന്നു. അപ്പൊ എന്ത് ചെയ്യുന്നു? OH മാറ്റി അവിടെ ക്ലോറിൻ കയറിയിരിക്കുന്നു. നമ്മൾ എന്ത് ചെയ്യാണ്? ബെൻസീൻ അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡ് ട്രീറ്റ് ചെയ്യുമ്പോൾ അവിടെ ഫ്രീഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ റിയാക്ഷൻ നടക്കുന്നു. അങ്ങനെ എന്ത് ചെയ്യുന്നു? അസറ്റോഫിനോൺ ഉണ്ടാക്കുന്നു. അസറ്റോഫിനോൺ HCN ആഡ് ചെയ്യുന്നു. HCN ആഡ് ചെയ്യുമ്പോൾ അവിടെ ന്യൂക്ലിയോഫിൽ അഡീഷൻ റിയാക്ഷൻ നടക്കുന്നു. എന്തെന്നാവുന്നു? പറഞ്ഞിരിക്കുന്ന പോലെ നമുക്കറിയാം കാർബണൽ കോമ്പൗണ്ട് അവിടെ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നു. അവിടെ പ്ലസും മൈനസും ആകുന്നു. HCN എന്ത് ചെയ്യുന്നു? H+CN- ആയിട്ട് ന്യൂക്ലിയോഫൈൽ അറ്റാക്ക് ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു. ഫൈനലി എന്താണ്? അവസാനം CN ഉള്ളവർക്ക് എന്ത് ചെയ്യുന്നു മക്കളെ? അവിടെ വാട്ടർ ആഡ് ചെയ്യുമ്പോൾ അവിടെ COH ആയി മാറും. ഇത്രയാണ് കാര്യം. ഡയറക്റ്റ് ആയ ചോദ്യമാണ്. പക്ഷെ നല്ല ചോദ്യമാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. കൃത്യമായി പഠിക്കണം. ഇനി ബെൻസോയിക് ആസിഡ് ട്രീറ്റഡ് വിത്ത് ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡ് കോമ്പൗണ്ട് ഓബ്റ്റൈൻഡ് ഈസ്. ബെൻസോയിക് ആസിഡ് എന്ന് പറഞ്ഞാൽ മക്കളെ ഇതാണ് ബെൻസോയിക് ആസിഡ് എന്ന് പറയുന്നത്. ബെൻസോയിക് ആസിഡ്. ഈ ബെൻസോയിക് ആസിഡ് നമ്മൾ ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡ് ട്രീറ്റ് ചെയ്യുന്ന ഉണ്ടാവുക? ഉറപ്പല്ലേ? ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡ് എന്താണ്? സ്ട്രോങ് റെഡ്യൂസിങ് ഏജന്റ്. സോ അതെന്ത് ചെയ്യും? ഒരു ചാർട്ട് രണ്ട് ചാർട്ട് അറ്റ് ടൈം ചാർട്ട്. അതായത് ബെൻസോയിക് ആസിഡ് ബെൻസാൽഡിയുടെ മാറിയിട്ട് ബെൻസൈൽ അതായത് ആൽക്കഹോളായി മാറും. രണ്ട് ചാട്ടം ചാടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ബെൻസാൽഡിയേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ചാട്ടം ചാടുള്ളൂ. അത് വീക്ക് ആയിട്ടുള്ള ആളാണ് ബെൻസാൽഡിയേറ്റ് ആവും. പക്ഷേ സ്ട്രോങ് ആയതുകൊണ്ട് എന്ത് ചെയ്യും മക്കളെ? ബെൻസൈൽ ആൽക്കഹോളായി മാറും. സോ ആൻസർ വിൽ ബി ഓപ്ഷൻ ബി. ഞാൻ പറഞ്ഞത് കൃത്യമായിട്ട് കോൺസെപ്റ്റ് അറിയുന്ന കുട്ടിക്കാണ് ആൻസർ ചെയ്യാൻ സുഖമാണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം എന്ന് പറഞ്ഞ മക്കളെ ഇതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എന്ന് പറഞ്ഞാൽ മക്കളെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, പ്രൊപ്പിയോണിക് ആസിഡ് വിത്ത് ബ്രോമിൻ റെഡ് ഫോസ്ഫർ yield a ഡൈബ്രോമോ പ്രൊഡക്റ്റ്. സ്ട്രക്ചർ വുഡ് ബി എന്നാണ് ചോദ്യം. ഓക്കെ, ഇപ്പോൾ സ്ട്രക്ചർ നിങ്ങൾ നോക്കിക്കേ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണിത്. നമുക്കറിയാം ഏതാ റിയാക്ഷൻ, ഏതാ സംഭവം? ഇത് എൽ-വോൾഹാർഡ്-സെലിൻസ്കി റിയാക്ഷൻ ആണ്. പ്രൊപ്പിയോണിക് ആസിഡ് ആണ് ആദ്യം പറയുന്നത്. പ്രൊപ്പിയോണിക് ആസിഡ് എന്ന് പറയും. പ്രൊപ്പിയോണിക് ആസിഡ് CH3CH2 COH ആണ് പ്രൊപ്പിയോണിക് ആസിഡ്. അപ്പൊ എന്താണ്? ഹെൽ-വോൾഹാർഡ് ബ്രോമിൻ റെഡ് ഫോസ്ഫറസ് റിയാക്ട് ചെയ്യിപ്പിക്കുന്നു. നമുക്കറിയാം ആൽഫ ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുള്ളൂ അവിടെ HBZ റിയാക്ഷൻ നടക്കത്തുള്ളൂ. ഇതാണ് ആൽഫ ഹൈഡ്രജൻ. അപ്പൊ എന്താ നടക്കുന്ന കാര്യം മനസ്സിലായി. അപ്പൊ നമുക്ക് ഡൈബ്രോമോ പ്രൊഡക്റ്റ് കിട്ടും. എന്ന് വെച്ചാൽ ഓൾറെഡി നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കും. ഈ പറഞ്ഞിരിക്കുന്ന HBZ റിയാക്ഷനിൽ എന്താ പരിപാടി? ആൽഫ ഹൈഡ്രജനെ മാറ്റിയിട്ട് ആര് കയറിയിരിക്കുകയാണ്? ഹാലജൻ കയറിയിരിക്കുന്ന പരിപാടിയാണ്. ഇവിടെ ഡൈബ്രോമോ പ്രൊഡക്റ്റ് ഉണ്ടായതുകൊണ്ട് തന്നെ രണ്ട് ഹൈഡ്രജൻ മാറ്റിയിട്ട് ആര് കയറിയിരിക്കും? ഹാലജൻ കയറിയിരിക്കും. അപ്പം അതിന് ആൻസർ എന്തായിരിക്കും ഉണ്ടാവുക? CH3C. അവിടെ രണ്ട് ഭാഗത്ത് ആര് കയറിയിരിക്കും? ബ്രോമിൻ കയറിയിരിക്കും, COH. ഇതായിരിക്കും ആൻസർ. അപ്പൊ അങ്ങനത്തെ ഓപ്ഷൻ നോക്കിയേ. CH3C COH. സിമ്പിൾ ആൻസർ. സിമ്പിൾ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ദ കറക്റ്റ് ഓർഡർ ഓഫ് അസിഡിക് സ്ട്രെങ്ത്? നിങ്ങൾ ഓൾറെഡി പഠിപ്പിച്ചാണ് എന്ത്? CF3 ആണ് ഏറ്റവും കൂടുതലുള്ളത്. ഏറ്റവും കുറവ് ഇതിനകത്തായിരിക്കും മക്കളെ. പിന്നെ ഓർഡർ ഒക്കെ പഠിപ്പിച്ചാണ്. ഏറ്റവും കുറവ് CH3 അസിറ്റിക് ആസിഡിലേക്ക് ഏറ്റവും കുറവ് ഉണ്ടായിരിക്കാം. സോ ആൻസർ എന്തായിരിക്കും ഉണ്ടാവുക? ഓപ്ഷൻ എ എന്നാണ് വരിക. ഓപ്ഷൻ എ ഓൾറെഡി പഠിപ്പിച്ചാണ്. അപ്പൊ നിങ്ങൾ മൈനസ് ഗ്രൂപ്പിന്റെ ഓർഡർ അറിഞ്ഞിരിക്കണം. CF3 NO2 കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ,
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫോമിക് ആസിഡ് ആൻഡ് അസറ്റിക് ആസിഡ് ആർ ഡിസ്റ്റിങ്വിഷ്ഡ് ബൈ. നമുക്കൊരു കാര്യം പറയാം, ഒരു അഡീഷണൽ പോയിന്റ് ആണ്, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഈ മെത്തനോയിക് ആസിഡും അതേപോലെ തന്നെ മെത്തനോയിക് ആസിഡും അതേപോലെ നമുക്ക് എത്തനോയിക് ആസിഡും, മെത്തനോയിക് ആസിഡ്, ഫോമിക് ആസിഡ്, അസറ്റിക് ആസിഡ് ഒക്കെ പറയാം. അസറ്റിക് ആസിഡ്, എത്തനോയിക് ആസിഡ്, ഈ രണ്ട് ആസിഡിനും ഡിസ്റ്റിങ്വിഷൻ നമ്മൾ ആരും ഉപയോഗിക്കുക ടോളറൻസ് റിയേജന്റ് ഉപയോഗിക്കാറുണ്ട്. ടോളറൻസ് റിയേജന്റ് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഫോമിക് ആസിഡ് പറയുന്നതാണ് HCOH ആണ്, മെത്തനോയിക് ആസിഡ് ആണ്. അതുപോലെ അസറ്റിക് ആസിഡ് CH3COH ആണ്. അത് ആരാണത്? എത്തനോയിക് ആസിഡ് ആണ്. ഈ രണ്ടുപേരും ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആരും ഉപയോഗിക്കാറുണ്ട്? ടോളറൻസ് റിയേജന്റ് ഉപയോഗിക്കാറുണ്ട്. ജസ്റ്റ് കാര്യം അറിഞ്ഞിരുന്നാൽ മതി. അപ്പോൾ ആൻസർ എന്തായിരിക്കും? അത് ടോളറൻസ് റിയേജന്റ് ആണെന്ന് പറയുന്നത് ജസ്റ്റ് ഓർത്തിരിക്കും, അത്രേ ഉള്ളൂ കാര്യം. ഇനി അടുത്തത്, given are cyclohexanol, acetic acid and 2,4,6 trinitrophenol and phenol in this the order of decreasing acidic character will be എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്കറിയാൻ പറ്റും എന്താ വെച്ചാൽ നമുക്ക് ഇവിടെ സൈക്ലോഹെക്സനോൾ ആൽക്കഹോൾ ആണ്, അസറ്റിക് ആസിഡ് ആണ്, ദെൻ ഇത് 2,4,6 ട്രൈനൈട്രോഫിനോൾ ആണ്, ഇത് ഫീനോൾ ആണ്. സോ ഒരു കാര്യം നമുക്കറിയാം, ഏറ്റവും കൂടുതൽ ആസിഡിനാണ് ഉണ്ടാവുക. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ഇത് ഫീനോൾ ആണ്. ഫീനോളിനെ തന്നെ 2,4,6 3 ഭാഗത്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ആ ഒരു OH ഗ്രൂപ്പ്, ഒരു നൈട്രോ ഗ്രൂപ്പ്. നൈട്രോ ഗ്രൂപ്പ് എന്ത് ചെയ്യും? ഓർത്തോപാര ഡയറക്റ്റിംഗ് ആണ്, സോറി -M ഗ്രൂപ്പ് ആണ്. -M ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ എന്ത് ഇലക്ട്രോൺ തന്നെ കൊടുത്തുകൊണ്ടിരിക്കും. സോ സ്വാഭാവികമായും അസിഡിറ്റി കൂടും. സോ ഇതാണ് സ്ട്രക്ചർ എന്ന് പറയുന്നത് 2,4,6. 3 ഭാഗത്തും എന്തുണ്ട്? NO2 ഉണ്ട്. സോ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? ഇലക്ട്രോൺ കൊടുത്ത് ഇലക്ട്രോൺ ഇവിടെ വലിക്കും. ഇലക്ട്രോൺ വലിക്കുന്നതാണ്, ഇലക്ട്രോൺ വലിക്കും. -M ഗ്രൂപ്പാണ്, ഇലക്ട്രോൺ വലിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? അവിടുത്തെ അസിഡിക് ക്യാരക്ടർ കൂടും. സോ എന്ത് ചെയ്യും മക്കളെ? ഇത് മോർ അസിഡിക് ആവും ആരെക്കാട്ടിലും, അസിറ്റിക് ആസിഡിനെക്കാട്ടും. പിന്നെ അസിറ്റിക് ആസിഡ് ആയിരിക്കും. പിന്നെ നമ്മൾ കമ്പയർ ചെയ്യുന്നത് ഫീനോളിനെയും സൈക്ലോഹെക്സനോളിനെയും ആണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ സൈക്ലോഹെക്സനോൾ കുറവാണ് ഫീനോളിനെ വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ ആൻസർ എന്താ ഉണ്ടാവുക? ആൻസർ 3, 2, 4, 1 എന്നാണ് ഉണ്ടാവുക. ഓക്കെ, ഇത്രയുമാണ് നമ്മുടെ ചോദ്യങ്ങളുള്ളത്. ഇതോടുകൂടി നമ്മൾ എന്ത് ചെയ്യാണ്? ഈ ചാപ്റ്ററോടെ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മൾ മാക്സിമം എല്ലാ തിയറിയും അതേപോലെ തന്നെ പിന്നെ കോൺസെപ്റ്റുകളും അതുപോലെ ചോദ്യങ്ങളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് പഠിക്കാം, മാക്സിമം അടിപൊളിയാക്കാൻ ശ്രമിക്കുക. ആൾക്കാർ കീറ്റോസ് കാർബോക്സ് വലിയ ചാപ്റ്റർ ആണ്, പക്ഷെ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് എല്ലാ തിയറിയും നമ്മൾ എന്ത് ചെയ്യുന്നത്? കൺസൈസ്ഡ് ആക്കി ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഓൾമോസ്റ്റ് എൻ്റെ NCERT നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അതിന്റെ കോൺസെപ്റ്റുകൾ പറഞ്ഞു, അതിന്റെ ചോദ്യങ്ങൾ ചെയ്തു, പ്രീവിയസ് ടച്ച് ചെയ്ത ചോദ്യങ്ങൾ ചെയ്തു. അപ്പോൾ നിങ്ങൾ ഇനി എന്താ ചെയ്യണം? ഇനിയുള്ള ദിവസങ്ങൾ, കുറച്ച് ദിവസങ്ങൾ ബാക്കിയുള്ളൂ. ആ ദിവസങ്ങൾ മാക്സിമം എഫേർട്ട് എടുക്കുക, മാക്സിമം റിവൈസ് ചെയ്യുക, പക്കാക്കുക, അടിപൊളിയാക്കുക. ഓരോ ചോദ്യങ്ങളും എന്ത് ചെയ്യുക? വൃത്തിക്ക് പഠിക്കുക, ഓരോ കോൺസെപ്റ്റും കൃത്യമായി മനസ്സിലാക്കുക. നീറ്റ് എക്സാമിന് ഇനി അധികം ദിവസങ്ങളില്ല എന്നുള്ളത് ഓർക്കുക. അപ്പോൾ ഈ ഒരു സംഭവം കൃത്യമായി യൂട്ടിലൈസ് ചെയ്യുക, അടിപൊളിയാക്കി പഠിക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.